السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وسبحان الله العظيم، ولا حول ولا قوة إلا بالله العلي العظيم. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا إنك أنت الغفور الرحيم، وارحمنا إنك أنت أرحم الراحمين. أشهد أن لا إله إلا الله وحده لا شريك له، هو الأول والآخر والظاهر والباطن، وهو على كل شيء قدير. وأشهد أن نبينا محمدًا صلى الله عليه وعلى آله وأصحابه وسلم بلغ الرسالة وأدى الأمانة ونصح الأمة. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അവൻ്റെ ദീനിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്തണമെന്ന ശുദ്ധമായ വിചാരത്തോടുകൂടി ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള നമ്മളെല്ലാവരും നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, വിശിഷ്യ രഹസ്യ ജീവിതത്തിൽ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കുവാൻ ബാധ്യതയുള്ളവരാണ് എന്ന് പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ സന്തോഷം അലയടിച്ചുയരുന്ന ഘട്ടമാണിപ്പോൾ. അങ്ങകലെ ദൂരെ, കണ്ണെത്താവുന്ന ദൂരത്ത് നമുക്കനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും സമ്മാനങ്ങളും നൽകാൻ ഒരതിഥി കടന്നു വരുന്ന കാഴ്ച നാം മനസ്സുകൊണ്ട് കാണുകയാണ്. അതിൻ്റെ ഒരുക്കമെന്ന നിലക്കാണ് തൊട്ടു മുമ്പുള്ള ഷഅബാൻ മാസത്തെ നാം കാണേണ്ടതും അറിയേണ്ടതും. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു തരുന്നതനുസരിച്ച് ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ച മാസമായിരുന്നു ഷഅബാൻ. സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്നവർ വർദ്ധിപ്പിക്കേണ്ട സന്ദർഭമാണ്, അവസരമാണ് എന്നർത്ഥം. അല്ലാത്തവർ കുറച്ചെങ്കിലും നോമ്പ് നോറ്റ് ആ അതിഥിയെ സ്വീകരിക്കുവാനുള്ള തയ്യാറെടുപ്പ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നടത്തേണ്ട അവസരമാണ്. നമുക്കറിയാം, റമദാൻ എന്ന് കേൾക്കുമ്പോൾ വിശ്വാസിക്ക് സന്തോഷമാണ്, അതിയായ സന്തോഷം. കഴിഞ്ഞ വർഷം റമദാനിലുണ്ടായ ഒരുപാട് അനുഭവങ്ങളും
ആസ്വാദനങ്ങളും നമ്മുടെ മനസ്സിലുണ്ട്. ആ അനുഭവങ്ങളും ആസ്വാദനങ്ങളും പൂർവോപരി ശക്തിയോടെ തിരിച്ചു വരികയും തൻ്റെ മനസ്സിന് സന്തോഷം നൽകുകയും ചെയ്യും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പിനെക്കുറിച്ചും നോമ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ചും പറഞ്ഞ ഘട്ടത്തിൽ ഒരു നിബന്ധന വെച്ചത് നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ഈമാനൻ വഹ്തിസാബൻ. നോമ്പ് നോക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞത് മൻസാമ ഈമാനൻ വഹ്തിസാബൻ. നോമ്പ് കാലത്ത് നമസ്കരിക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞത് മൻ ഖാമ ഈമാനൻ വഹ്തിസാബൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടുമില്ലെങ്കിൽ നമ്മുടെ നോമ്പോ നോമ്പ് കാലത്തുള്ള നമ്മുടെ നമസ്കാരങ്ങളോ കർമ്മങ്ങളോ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുന്നതായി തീരുകയില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം ആലോചിക്കേണ്ടത് വരാനിരിക്കുന്ന റമദാനിൽ എങ്ങനെ എനിക്ക് ഈമാനും ഇഹ്തിസാബും ഉണ്ടാക്കുന്ന അമലുകളാക്കി മാറ്റാൻ സാധിക്കും എന്നതാണ്. എന്തുകൊണ്ടിത് ചിന്തിക്കണമെന്ന് ചോദിച്ചാൽ അതിന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പ്രതിഫലമാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അറിയാതെ നമ്മുടെ മനസ്സ് പറഞ്ഞു പോകും. കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടാവുന്ന വിധം അത്രമാത്രം വലിയ ഒരു കർമ്മം. വേണ്ടത് രണ്ട് നിബന്ധനകൾ നാം അംഗീകരിക്കുകയാണ്. ബാക്കിയൊക്കെ നാം ചെയ്യുന്നവരാണ്. നോമ്പ് നോക്കുന്നവരാണ്, തറാവീഹ് നമസ്കരിക്കുന്നവരാണ്, മറ്റുള്ള ഒരുപാട് സൽക്കർമ്മങ്ങൾ വിശിഷ്യ റമദാനിൽ വർദ്ധിപ്പിക്കുന്നവരാണ്. എങ്ങനെ നമുക്ക് നമ്മുടെ അമലുകൾ ഈമാനും ഇഹ്തിസാബും ഉള്ളതാക്കി തീർക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കണം. മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. വലിയ വലിയ ഗവേഷണങ്ങൾ ആ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. മനുഷ്യനെക്കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത മഹാന്മാരായ പണ്ഡിതന്മാരുടെ നിരയിൽ ഒന്നാമത് നിൽക്കുന്നവരിൽ പ്രമുഖരാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിമും ഷാഹ് വലിയുല്ലാഹ് അദ്ദഹ്ലവിയും. പേരുകൾ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും. ഇത്രമാത്രം മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ച് പറയുകയും പഠിപ്പിക്കുകയും ചെയ്ത പണ്ഡിതന്മാർ അല്ല മനഃശാസ്ത്രജ്ഞന്മാർ ലോക ചരിത്രത്തിൽ കാണുക സാധ്യമല്ല. ആധുനിക മനഃശാസ്ത്രജ്ഞരുടെ പോലും ഇപ്പോഴത്തെ വിലയിരുത്തൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹുവിൻ്റെ പല ആശയങ്ങളും യഥാർത്ഥത്തിൽ ആധുനിക മനഃശാസ്ത്രം കടമെടുത്തിരിക്കുന്നു എന്നാണ് രണ്ടും പഠിക്കാൻ തയ്യാറായ ശാസ്ത്രജ്ഞർ പറയുന്നത്. ഇവരൊക്കെ യഥാർത്ഥത്തിൽ മനസ്സിനെക്കുറിച്ച് വെറുതെ പറഞ്ഞു പോയതല്ല. മനസ്സിന് നിർവഹിക്കാനുള്ള കടുപ്പമുള്ള ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞാണ് അവർ പോയത്. കേവലം മനസ്സും മനസ്സിൻ്റെ ആരോഗ്യവും മനുഷ്യന് ഉണ്ടാകുന്നതിനെക്കുറിച്ച് മാത്രം പറയുകയല്ല ചെയ്തത്. മറിച്ച് മനുഷ്യൻ്റെ അവയവങ്ങളിൽ സർവപ്രധാനമായത് മനസ്സാണെന്നും മറ്റുള്ള അവയവങ്ങൾക്കെല്ലാം രോഗം വരുന്നത് പോലെ മനസ്സിന് രോഗം വരുമെന്നും വളരെ കൃത്യമായി പഠിപ്പിച്ചു. പക്ഷേ മനുഷ്യരായ നാം ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും പലപ്പോഴും നമുക്ക് പറ്റാറുള്ള അബദ്ധം, കൈയിന് രോഗം വന്നാൽ നാം ചികിത്സിക്കും, കാലിനൊരു മുറിവ് വന്നാൽ നാം ചികിത്സിക്കും, നാവിന് പറ്റിയാൽ പല്ലിന് പറ്റിയാൽ ചികിത്സിക്കും. കാരണം അവയൊക്കെ ചികിത്സിച്ചില്ലെങ്കിൽ ചീഞ്ഞു നാറും, വേദന വരും, പ്രയാസം വരും. പക്ഷെ ആലോചിച്ചു നോക്കൂ, അവയവങ്ങളുടെ രാജാവായ മനസ്സ്, ആ മനസ്സിന് രോഗം വന്നാൽ നമ്മളാരും ചികിത്സിക്കുന്നില്ല. ആ മനസ്സിനൊരു മുറിവ് പറ്റിയാൽ അതിനൊരു ഏതെങ്കിലും രൂപത്തിൽ ഒരു മരുന്ന് കൊടുക്കാനോ ചികിത്സിക്കാനോ നാം തയ്യാറാകുന്നില്ല. ഇതൊരു വസ്തുതയാണ്. നാം അറിയേണ്ടത് ആ മനസ്സുമായി ബന്ധപ്പെട്ടതാണ് ഈമാൻ എന്നതാണ്. ഈമാൻ മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. ഇഹ്തിസാബ് മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. ആരോഗ്യമുള്ള, സമ്പൂർണ്ണ ആരോഗ്യമുള്ള ഒരു മനസ്സിന് മാത്രമേ ഈമാനിനെ കുറിച്ചും ഇഹ്തിസാബിനെ കുറിച്ചും പറയാൻ സാധിക്കുകയുള്ളൂ. അറിയാമോ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ മനസ്സിനെക്കുറിച്ച് പറഞ്ഞ ശേഷം ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ച് അവസാനം അദ്ദേഹം പറഞ്ഞു, മനുഷ്യന്
മനസ്സിന് രോഗം വന്നോ എന്നറിയാൻ ഏക വഴി മാത്രമേ ഉള്ളൂ. ഏക വഴി. ഏതെങ്കിലും സൈക്കിയാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ കണ്ടാൽ, ഏതെങ്കിലും കൗൺസിലിംഗ് കേന്ദ്രങ്ങളിൽ പോയിരുന്നാൽ, കൗൺസിലറുമായി ഒരല്പസമയം സംവദിച്ചാൽ, സംസാരിച്ചാൽ, എൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ മനസ്സിൻ്റെ രോഗം കണ്ടെത്താം എന്നത് യഥാർത്ഥത്തിൽ അന്ധവിശ്വാസമാണ്. അന്ധവിശ്വാസമാണത്. മനസ്സിന് രോഗമുണ്ടോ എന്നറിയാൻ ഏറ്റവും പ്രധാനമായ വഴി അവന് അള്ളാഹുവിനെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ എന്നതാണ്. തൻ്റെ മനസ്സുകൊണ്ട് അള്ളാഹു തനിക്ക് നൽകിയ സലീമായ, നിഷ്കളങ്കമായ, നിർമ്മലമായ, ആരോഗ്യമുള്ള മനസ്സുകൊണ്ട് അള്ളാഹുവിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം മനസ്സ് രോഗിയാണ് എന്നതാണ്. എന്തൊക്കെ വിജ്ഞാനമുണ്ടായാലും, ഏതൊക്കെ വിഷയത്തിൽ ഞാൻ ഗംഭീരനാണെന്ന് ഞാൻ പറഞ്ഞാലും, എനിക്ക് അള്ളാഹുവിനെ കാണാനും അറിയാനും ഉൾക്കൊള്ളാനും സാധിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം എൻ്റെ മനസ്സ് പൂർണ്ണ ആരോഗ്യത്തിലല്ല എന്നാണ്. അതാണ് ഏറ്റവും വലിയ രോഗം. അള്ളാഹുവിൽ നിന്ന് അകലുന്നുവെങ്കിൽ മനസ്സിന് രോഗമുണ്ട് എന്ന് മനസ്സിലാക്കണം. അള്ളാഹുമായി അടുക്കാനാണ് ഇഷ്ടമെങ്കിൽ മനസ്സാരോഗ്യമുള്ള മനസ്സാണെന്നറിയണം. ഒരുപാട് അടയാളങ്ങൾ പറഞ്ഞു തന്നതിൽ ഏറ്റവും പ്രധാനമായത് അതാണ്. അള്ളാഹുവിനോട് അടുക്കാൻ ഇഷ്ടമുണ്ടോ, മനസ്സ് പൂർണ്ണ ആരോഗ്യമുള്ളതാണ്. അള്ളാഹു കൽപ്പിച്ച കർമ്മങ്ങളിലേക്ക് മനസ്സ് നാം അറിയാതെ ചെന്ന് ചേരുന്നുണ്ടോ, മനസ്സിലാക്കണം. മനസ്സ് പൂർണ്ണ ആരോഗ്യമുള്ളതാണ്. ഇതിനൊക്കെ വിഘാതവും തടസ്സവും ഉണ്ടാകുന്നുവെങ്കിൽ മനസ്സിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നു എന്ന് നാം അറിയണം. ഇവിടെ ഞാൻ മനസ്സിനെ കുറിച്ച് പറഞ്ഞത് ഈമാനിനെ കുറിച്ച് പറയാനും ഇഹ്തിസാബിനെ കുറിച്ച് പറയാനുമാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ 10 കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. ആ 10 കാര്യങ്ങൾ നമ്മുടെ എല്ലാ കർമ്മങ്ങളിലും നാം അപ്ലൈ ചെയ്യേണ്ടതാണ്, ഉപയോഗിച്ചു നോക്കേണ്ടതാണ്. ആ കർമ്മങ്ങൾ നമുക്ക് ഈമാനും ഇഹ്തിസാബും ഉള്ളതായി തീരാൻ അവ ഗുണം ചെയ്യും. പക്ഷേ നല്ല മനസ്സിൻ്റെ ഉടമയായ ശേഷമേ അതിന് സാധ്യമാകൂ. രോഗമുള്ള മനസ്സ്, അതിനെവിടെയും പ്രവേശനമില്ല. എവിടെയും, സ്വർഗത്തിൽ പോലും. അല്ലേ? ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന നമുക്കറിയാമല്ലോ. ലാ തുഖ്സിനി യൗമ യുബഅസൂൻ യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. ഖൽബുൻ സലീമിന് മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശനമുള്ളൂ. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, സ്വർഗത്തിൽ എത്തി നിൽക്കുന്ന മനുഷ്യന്മാരുടെ അവസ്ഥ ഒരു മനുഷ്യന്റെ മനസ്സുപോലെയാണവർ. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പക്ഷികളെപ്പോലെയാണവർ. മനസ്സുകൾക്കിടയിൽ ഒരു തരത്തിലുള്ള വൈവിധ്യമോ വ്യത്യാസമോ അസ്വാരസ്യമോ ഇല്ലാത്ത അവസ്ഥ. വല്ലതുമുണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പൊരു ചെറിയ ബ്രിഡ്ജുണ്ട്, അവിടെ അള്ളാഹു തടഞ്ഞു നിർത്തും, എന്നിട്ട് അവിടെ വെച്ച് അവസാനിപ്പിക്കും. അതാണ് നാം ഊരിയെടുക്കും അവരുടെ മനസ്സുകൾക്കകത്തുള്ള പകയെ നാം ഊരിയെടുക്കും. എന്തിനാണ്? സ്വർഗാവകാശി അങ്ങനെയായിരിക്കണം. അതുകൊണ്ടാണ് നാം അറിയണം സഹോദരന്മാരെ, നമുക്ക് ഈമാൻ ഉണ്ടാകണമെങ്കിൽ അത്തരത്തിലുള്ള മനസ്സുണ്ടാകണം. ഇഹ്തിസാബ് നമുക്ക് കൊതിക്കാൻ കഴിയണമെങ്കിൽ, ഇഹ്തിസാബ് കൊതിക്കേണ്ടതാണ്, ആഗ്രഹിക്കേണ്ടതാണ്. അത് കൊതിക്കാനുള്ള ക്വാളിഫിക്കേഷൻ മനസ്സിന്റെ വൃത്തിയാണ്, ശുദ്ധിയാണ്. അവിടെ പകയും വിദ്വേഷവും വെറുപ്പും അസൂയയും വക്കാണവും ശിർക്കും നിഫാഖും ബിദ്അത്തും കടന്നുകൂടിയാൽ, അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനശ്ശക്കി വശ്ശിർക്കി വന്നിഫാഖ്. റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയാണ്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കൂ, പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ പ്രധാനമായ ഒരു വാക്കാണ്. ഇന്ന് ആധുനിക മെഡിക്കൽ സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വാചകത്തെക്കുറിച്ച്. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, മനുഷ്യന്റെ ശരീരത്തിൽ ഒരു അവയവമുണ്ട്. ആ അവയവം അത് വൃത്തിയായാൽ, അത് നന്നായാൽ സ്വലുഹൽ ജസദു കുല്ലു, അത് ചീത്തയായാൽ ഫസദൽ ജസദു
കുല്ലുഹു. വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ. അത് അത് നന്നായാൽ ശരീരം നന്നാകും എന്നാ പറഞ്ഞു, മനുഷ്യൻ നന്നാവുന്നില്ല, ശരീരം നന്നാവും. ഏതാണ് ആ അവയവം? അത് ചീത്തയായാൽ ശരീരം ചീത്തയാകും എന്നാ പറഞ്ഞത്. ഗവേഷണം നടക്കുന്നു ഇപ്പോൾ. ഏതാണ് ആ അവയവം? അല വഹിയൽ, അല്ലേ? ഇന്നത്തെ ഏറ്റവും വലിയ രോഗം ഏതാ? എല്ലാവർക്കും പേടിയുള്ള രോഗം പറയണ്ടല്ലോ. ഏതാ രോഗം? ഹൃദ്രോഗമാണ്, അല്ലേ? ഹൃദ്രോഗമാണ്. ഹൃദയത്തിന് രോഗം വരുന്നു. എന്നിട്ട് റസൂൽ പറഞ്ഞ് ശ്രദ്ധിച്ചു നോക്കൂ, ആ ഹൃദയത്തിന് ആരോഗ്യമുണ്ടെങ്കിൽ ശരീരത്തിന് എന്തുണ്ടാകും? ആരോഗ്യമുണ്ടാകും. ഹൃദയത്തിന് രോഗം വന്നാൽ ശരീരം, ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ജസദ് എന്നാണ് റസൂലുള്ളാഹിന്റെ പ്രയോഗം, മനുഷ്യനെന്നല്ല, ജസദ്. നാം അറിയണം, ഹൃദയത്തിന്റെ ആരോഗ്യവും അനാരോഗ്യവും നിശ്ചയിക്കുന്നത് നമ്മളാ. പഠിച്ചു നോക്കൂ. ഹൃദ്രോഗം വന്ന മുഴുവൻ രോഗികളെയും നിങ്ങൾ ഒരു വിശകലനത്തിന് വിധേയമാക്കി നോക്കൂ. മനസ്സുകളിൽ നിറയെ ഹൃദ്രോഗത്തിന് കാരണമായി തിരുമേനി പറഞ്ഞ ഒരുപാട് സംഗതികളുണ്ട്. മുസ്ലിമിന് പാടില്ലെന്ന് പറഞ്ഞ ഒരുപാട് സംഗതികൾ. ആരംഭിക്കുന്നത് മനുഷ്യൻ ചീത്ത ചിന്തകളിൽ നിന്നാണ്, ദുസ്സൂചനയുള്ള വാക്കുകളിൽ നിന്നാണ്, ദുഷ്വിചാരങ്ങളിൽ നിന്നാണ്, ഏഷണയിൽ നിന്നാണ്, പരദൂഷണത്തിൽ നിന്നാണ്, അസൂയയിൽ നിന്നാണ്. ഇതാണ് ഹൃദ്രോഗത്തിന്റെ കാരണം. ഇതാണ് ഹൃദ്രോഗത്തിന്റെ കാരണം. അവിടേക്ക് സയൻസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് മനുഷ്യൻ മുക്തമായാൽ അവന് ഹൃദ്രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഞാൻ പറയുന്നത്, ഹൃദ്രോഗം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഫിസിക്കൽ ഹാർട്ട് ഡിസീസാണ്. ഫിസിക്കലായ ഹാർട്ട് ഡിസീസ്, സാങ്കേതികമൊന്നുമല്ലത്. നാം മനസ്സിലാക്കണം, ഹൃദയം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രമാത്രം സൗന്ദര്യം നൽകിയ, അത്രമാത്രം ശക്തി നൽകിയ, കരുത്ത് നൽകിയ അവയവമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നല്ല ശരീരമൊക്കെ ഉള്ള, എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്ന, നല്ല ബോഡി, എന്താ പറയാ, ഫിറ്റായ മനുഷ്യൻ, അല്ലേ? നമ്മളൊരു ദിവസം കേൾക്കുകയാണ്, അയാൾ ഹാർട്ട് അറ്റാക്കായി മരിച്ചുപോയി. ആലോചിച്ചു നോക്കൂ, നല്ല ആരോഗ്യമുണ്ട് അയാൾക്ക്. നമ്മൾ കേൾക്കുന്നു അയാൾക്ക് ഭയങ്കര പ്രയാസം. എന്ത് പ്രയാസം? മനസ്സിനാണ് പ്രയാസം. അപ്പൊ മനസ്സാണ് എന്ത്? പ്രധാനപ്പെട്ട സംഗതി. ഈമാൻ അവിടെ കൊണ്ടു ചെന്ന് വെക്കുന്നത് എന്തിനാണെന്നറിയോ? തഖ്വ അവിടെ കൊണ്ടു ചെന്ന് വെക്കുന്നത് എന്തിനാണെന്നറിയോ? മനുഷ്യന് ആ മനസ്സിന് ആരോഗ്യം കിട്ടാനാ. മനസ്സിന് ആരോഗ്യം കിട്ടിയാൽ ശരീരത്തിന് ആരോഗ്യം കിട്ടും. മനസ്സിന് ആരോഗ്യം കിട്ടിയില്ലെങ്കിലോ ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടും. ബഹ്റൈൻ കോസ്വേൻ്റെ മുകളിൽ നിന്ന് താഴേക്കൊരു ഡോക്ടർ ചാടി ആത്മഹത്യ ചെയ്തു. ആ ഡോക്ടർ ചികിത്സിക്കുന്നത് മനസ്സിനെയാണ്. മനസ്സിനെ ചികിത്സിക്കുന്ന ഡോക്ടർ, അയാളുടെ മനസ്സിൽ അയാൾ കണ്ടു പ്രതിസന്ധി. ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ പുള്ളിയുടെ സയൻസിൽ ഒന്നുമില്ല. അപ്പം പിന്നുള്ള വഴി എന്താ? അവസാനിപ്പിക്കലാണ്. അവിടെയാണ് ഈമാനും ഇഹ്തിസാബും തഖ്വയുമൊക്കെ ഫലം ചെയ്യും. കട്ടായമായി ഇസ്ലാമിന് പറയാൻ സാധിക്കും, സമ്പൂർണ്ണ ഹൃദ്രോഗ മുക്തനാകണമോ, സമ്പൂർണ്ണ ഹൃദയ ആരോഗ്യവാനാകണമോ, ഒറ്റ വഴിയുള്ളൂ. എല്ലാത്തരം കറകളും ഒഴിവാക്കി, എല്ലാത്തരം ഫിത്നകളും ഫസാദുകളും ഒഴിവാക്കി അവിടെ ഈമാനും തഖ്വയും നിറക്കുക. അല്ലാഹുവിൻ്റെ റസൂൽ ചൂണ്ടിപ്പറഞ്ഞു. എങ്ങോട്ട്? ഹഹുന അത്തഖ്വ ഹഹുന ഹഹുന ഹഹുന. നമ്മൾ പെട്ടിപ്പൊളിക്കണ ആ ഭാഗത്തേക്കാ ചൂണ്ടിയത്. യുഷീറു ഇലാ സദരിഹി സലാസ മറാത്ത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ അമലുകൾ നമ്മളിങ്ങനെ വിട്ടാൽ പോരാ, നമ്മളതിനൊന്ന് പിടിച്ചു കെട്ടണം. എന്ത് ചെയ്യണം? 10 കാര്യങ്ങളെ ഞാൻ വളരെ പെട്ടെന്ന് എണ്ണി പറയാം. ഒന്നാമത്തെ വിഷയം, ഏത് പ്രവർത്തനവും ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നാം ഒരു ചോദ്യം ചോദിക്കണം. അസ്സുആൽ. നമ്മൾ ഇനി മുതൽ നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാകണം. ചോദ്യത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മനുഷ്യനെ ഒരു വിഷയത്തിൽ മനുഷ്യൻ്റെ ശ്രദ്ധ ക്ഷണിക്കാൻ ചോദ്യത്തിന് സാധിക്കും. ഇന്നത്തെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഇൻട്രാക്ഷൻ ക്ലാസ്സുകളാണ്. ഒരാളിങ്ങനെ പറയുന്നതിലൊരർത്ഥമല്ല. അയാൾ ചോദ്യം ചോദിക്കും, കുറച്ചെന്ത് ചെയ്യണം? ഉത്തരം പറയണം, അല്ലേ? ആ ഒരവസ്ഥ ആരോടാണ് നമ്മൾ ചോദിക്കേണ്ടത്? ആരോടാ ചോദിക്കേണ്ടത്? നമുക്ക് ഈമാനും ഇഹ്തിസാബും തഖ്വയൊക്കെ ഉണ്ടാകാൻ നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കണം. എന്തിനാ മനസ്സിനോട് ചോദിക്കണത്? ബുദ്ധിയെ വിളിച്ചുണർത്താൻ,
മനസ്സും ബുദ്ധിയും പരസ്പരം ബന്ധമുള്ള അവയവങ്ങളാണ്. ബുദ്ധിയെ വിളിച്ചുണർത്താൻ മനസ്സിനോട് ചോദിക്കണം. ഒരമലിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മൾ ഒന്നാമത്തെ ചോദ്യം, എന്തിനാ ഞാനിത് ചെയ്യുന്നത്? ചോദിച്ചുകൊണ്ടേയിരിക്കണം. നമുക്കതിന് ഉത്തരം കിട്ടണം. ആ ചോദ്യത്തിന്. നമുക്ക് ലക്ഷ്യമുണ്ടല്ലോ, നമ്മൾ ലക്ഷ്യമില്ലാത്തവരല്ല. നമുക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്. നോമ്പ് നോക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ വളരെ കൃത്യമാണ് ഉത്തരം. അല്ലേ? നോമ്പ് നോക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ഒരു വിളിയുണ്ട്, നോമ്പ് നോറ്റവരെ. ലക്ഷ്യമുണ്ട്. നമുക്ക് ചോദ്യം ചോദിക്കണം, ഉത്തരം പറയണം. ആ ഉത്തരത്തിന് വേണ്ടിയായിരിക്കണം നാം പണിയെടുക്കേണ്ടത്. നോമ്പ് നോക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ മഹാനായ നമ്മുടെ നേതാവ് പഠിപ്പിച്ചു, ലിസ്സായിമി ഫർഹത്താൻ, 2 സന്തോഷങ്ങളുടെ ഉടമകളാകാൻ. ചോദ്യത്തിന് ഉത്തരമായി. ഇനി നമ്മൾ ആ ഉത്തരമനുസരിച്ച് പ്രവർത്തിച്ചാൽ കാര്യം എളുപ്പമാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രബോധന ശൈലിയിൽ ഈ ചോദ്യോത്തര ശൈലി ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണം പറയേണ്ടതില്ലാത്ത വിധം ധാരാളം ചോദിക്കുക, ഉത്തരം പറയുക. റസൂൽ തന്നെ ഉത്തരം പറഞ്ഞു. സഹാബികൾ അറിയുമെങ്കിൽ പോലും പറഞ്ഞില്ല ഉത്തരം. അല്ലാഹു വ റസൂലുഹു അഅലം, എന്ത് ചോദിച്ചാലും. പക്ഷേ ആ ശൈലി അത് നമ്മുടെ മനസ്സിൽ നാം ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ മനസ്സിനോട് ചോദിക്കണം, എന്തിനാ ഞാനിപ്പം ഇവിടെ ക്ലാസ്സിൽ വന്നിരിക്കണേ? എന്തിനാ ഞാൻ ഇരിക്കണേ? മനസ്സ് ഉത്തരം പറയട്ടെ. മനസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മനസ്സിനെ നമുക്ക് അവിശ്വസിക്കാൻ സാധിക്കില്ല. മനസ്സ് പറയുന്നത് യഥാർത്ഥ ഉത്തരമാണ്. ശരീരത്തെ, മനസ്സിൻ്റെ ഭാഷയാണ് ശരീരത്തിലൂടെ പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോടൊരു വെറുപ്പുണ്ടെങ്കിൽ എൻ്റെ ബോഡി ലാംഗ്വേജിൽ അത് കൃത്യമായിട്ട് കാണും. എന്താ കാരണം? എൻ്റെ മനസ്സ്, എൻ്റെ ശരീരം എൻ്റെ മനസ്സിൻ്റെ പരിഭാഷകനാണ്. എൻ്റെ മനസ്സിനകത്തുള്ളത് പരിഭാഷപ്പെടുത്തുകയാണെന്ത്? ശരീരം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ മനസ്സിനോട് ചോദിക്കണം, എന്തിനാണ് ഞാൻ ഈ പ്രവർത്തനം ചെയ്യുന്നത്? നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോ. മുസ്ലിമായ മനുഷ്യൻ അവൻ എല്ലാ പ്രവർത്തനങ്ങളിലുമുള്ള ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരമായി കാണേണ്ടത് എന്താ? വജ്ഹുല്ലാഹ്. പ്രധാനമായ ഉത്തരം അള്ളാഹുവിൻ്റെ മുഖം കാണേണ്ടി വരും. അള്ളാഹിൻ്റെ മുഖം കാണുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൻ്റെ മുഖം കാണുകയാണ് സംതൃപ്തികളിൽ ഏറ്റവും ഉത്തമമായ അവസ്ഥ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ചില പരിഭാഷകരെങ്കിലും വജ്ഹുല്ല എന്ന് പറയുന്നിടത്ത് അള്ളാഹുവിൻ്റെ പ്രീതി എന്നർത്ഥം പറഞ്ഞിട്ടുണ്ട്. പ്രീതി, അള്ളാഹുവിൻ്റെ തൃപ്തി എന്നൊക്കെ അർത്ഥം പറഞ്ഞു. എന്താ കാര്യം? വിശ്വാസികൾക്ക് കിട്ടുന്ന സംതൃപ്തിയിലെ ഏറ്റവും ഉന്നതമായ സമ്പൂർണമായ അവസ്ഥ ഏതാ? അള്ളാഹുവിനെ കാണല. അതുകൊണ്ടാണ് വജ്ഹുല്ലായത്. അപ്പൊ എല്ലാ അമലുകളുടെയും ചോദ്യത്തിന് ഉണ്ടാകേണ്ട ഉത്തരം, എനിക്ക് അള്ളാഹുവിനെ കാണണം, അള്ളാഹുവിന്റെ മുഖം കാണണം. എന്നിട്ടോ എന്റെ മുഖങ്ങൾ പ്രശോഭിക്കണം. അള്ളാഹുവിന്റെ മുഖത്ത് നിന്ന് വരുന്ന പ്രകാശം എന്റെ മുഖത്ത് അടിച്ചിട്ട് എന്റെ മുഖം പ്രകാശിക്കണം. അള്ളാഹു നമ്മെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പം നമ്മൾ ഒന്നാമത് ചെയ്യേണ്ടത് ചോദ്യം ചോദിക്കണം. ഇന്നു മുതൽ നമ്മൾ ചോദിച്ചു തുടങ്ങണം. ഈ ചോദ്യത്തിന് വജ്ഹുല്ല എന്നതല്ലാത്ത ആൻസറുള്ള ഒരു പ്രവർത്തനത്തിനും നമ്മൾ പോകരുത്. ഞാനല്ല, എനിക്ക് കഴിയില്ല. വല്ലതും അങ്ങനെ അല്ലെങ്കിലോ ആക്കി തീർക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അപ്പോഴേ നമുക്ക് എന്ത് കിട്ടൂ? ഈമാൻ കിട്ടൂ. അപ്പോഴേ നമുക്ക് എഹ്തിസാബിൻ്റെ ചിന്ത വരൂ. എഹ്തിസാബിൻ്റെ ചിന്ത, പ്രതിഫലം ആഗ്രഹിക്കുക എന്നാണ് എഹ്തിസാബ് എന്ന് പറഞ്ഞാൽ. ആ ചിന്ത വരണമെങ്കിൽ വജ്ഹുല്ല നമ്മുടെ മനസ്സിലൊരു വലിയ വിഷയമായി മാറണം. രണ്ടാമത്തെ കാര്യം, തദക്കുർ അന്നല്ലാഹു അസ്സ വജല്ല യുഹിബ്ബു ഹാദൽ അമൽ. ഞാൻ ചെയ്യുന്ന പ്രവർത്തനം അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് നാം മനസ്സിനെ കൊണ്ട് സമ്മതിപ്പിക്കണം. അങ്ങനത്തേനെ നമ്മൾ എന്ത് ചെയ്യാവൂ? പോകാവൂ. അള്ളാഹുവിന് ഇഷ്ടമാണ്. അത് സമ്മതിപ്പിക്കണമെങ്കിൽ എന്ത് നമ്മൾ വേണം? ഇത്തരം ചോദ്യോത്തരങ്ങൾ നമ്മൾ നടത്തണം. അപ്പോഴേ നമുക്കത് സമ്മതിക്കാൻ കഴിയും. മനസ്സിനെ കൊണ്ട് അത് സമ്മതിപ്പിക്കണമെങ്കിൽ ഇത്തരം ചോദ്യോത്തരങ്ങൾ നടത്തണം. നോക്കി നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാമിനോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താ? വമാ തിൽക ബിയമീനിക യാ മൂസ. നിൻ്റെ വലങ്കയിലുള്ള സാധനം എന്താ? അല്ലാഹുക്ക് അറിയില്ല എന്താ?
എന്തിനാ ചോദിച്ചത്? മൂസാ നബിയുടെ മനസ്സിൻ്റെ സമ്പൂർണ്ണ ശ്രദ്ധ എവിടെ വേണം? ആ വടിയിൽ വേണം. വടിയിൽ വരണമെങ്കിൽ അള്ളാഹു കണ്ട ഏറ്റവും നല്ല വഴിയാണെന്ത്? ചോദ്യം. മൂസാ നബിൻ്റെ സമ്പൂർണ്ണ ശ്രദ്ധ അവിടെ വന്നു. ഇതോ ഈ വടി അതിമ ചുറ്റിപ്പറ്റിയായി പിന്നെ ചിന്ത. എന്നിട്ടാണ് ആ വടിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്ജിസത്തായി കാണിച്ചു കൊടുക്കുന്നത്. സമ്പൂർണമായി മൂസ അലൈഹിസ്സലാമിൻ്റെ മനസ്സിനെ ആ വടിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിച്ചു. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ മനസ്സിനെ നാം ചെയ്യാനിരിക്കുന്ന അമലിൽ എന്ത് ചെയ്യണം? അപ്പം എന്തായി? എളുപ്പമായി. അള്ളാഹുവിൻ്റെ ചോദ്യം അങ്ങനെ തന്നെ. എത്ര ചോദ്യമാണ് അള്ളാഹു. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറ. നല്ല ഒരു കച്ചവടത്തെക്കുറിച്ച് വിശ്വാസികളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? നമ്മുടെ ശ്രദ്ധ, കച്ചവടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമാണ്. ശ്രദ്ധിച്ചു. അങ്ങനത്തെ ചോദ്യമാണ്. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. അള്ളാഹിൻ്റെ ചോദ്യം. നബിയെ നിങ്ങൾ അവരോട് ചോദിക്ക്. നബിനോട് കൽപ്പിക്കുക. എന്തിന് ചോദിക്കാൻ? മോശമായ അമലുകളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ? എല്ലാവരും ശ്രദ്ധിച്ചു. ഖുർആൻ്റെ ശൈലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശൈലി നോക്കൂ. അതന്നെ എത്ര സ്ഥലത്താ. അതദറൂന മനിൽ മുഫ്ലിസ്. അറിയാലോ ഹദീസ്. റസൂലുള്ളാഹിന്റെ ചോദ്യ, മുഫ്ലിസ് പാപ്പറായവൻ ആരാന്ന് നിങ്ങൾക്കറിയോ? എല്ലാവർക്കും അറിയില്ലേ ആരാ പാപ്പറായവൻ? പോരാ, ആ മുഫ്ലിസ് പാപ്പറായവൻ, നഷ്ടപ്പെട്ടവൻ എന്നതിൽ സഹാബത്തിന്റെ ശ്രദ്ധ സമ്പൂർണമായി ഉണ്ടാകണം. എന്നിട്ട് റസൂലുള്ളാഹി വിശദീകരിച്ചു ആരാണ്. ആലോചിച്ച് നോക്കൂ, ആ ശ്രദ്ധ വരാൻ. അലാ അദുല്ലുക അലാ സയ്യിദിൽ ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു റസൂലുള്ളാഹി. വല്ലാതെ ആവേശം ഉണ്ടാക്കി. എന്നിട്ടൊരൊറ്റ ചോദ്യം. ശരി, ഇസ്തിഗ്ഫാർ നിങ്ങൾ കൊതിക്കുന്നുവല്ലേ, എങ്കിൽ ഇസ്തിഗ്ഫാറുകളുടെ നേതാവിനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? എന്നിട്ടാ പറഞ്ഞു കൊടുത്തത് എന്ത്? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി. അപ്പോൾ സഹോദരന്മാരെ, നമ്മുടെ മനസ്സിൽ ആ ഒരവസ്ഥ ഉണ്ടാക്കണം. ചോദിക്കണം, നമ്മൾ എന്തിനാ നോമ്പ് നോക്കുന്നത്? ഉത്തരം വന്നു. ആ ഉത്തരത്തിൽ നമ്മുടെ മനസ്സ് അപ്പം പിന്നെന്തായെന്ന് വെച്ചാൽ അതിൽ നിന്ന് പോകുമ്പോഴൊക്കെ നമ്മളെന്താവും? പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. അതാണ് പ്രധാനമായ സംഗതി. രണ്ടാമത്തേത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. അമലുകൾക്കിടയിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വേണം. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, എല്ലാ പ്രവർത്തനങ്ങളിലും ഇതുണ്ടാകണം. അപ്പം നിങ്ങൾ ചോദിക്കും, നമുക്ക് ഓർമ്മ ഉണ്ടാവില്ലേ? ഉണ്ടാവില്ല. സത്യമല്ലേ? മഗ്രിബ് നിസ്കരിച്ചില്ലേ നമ്മളിപ്പം? അള്ളാഹുവിന് വേണ്ടിയാണ് നമസ്കരിച്ചത് അല്ലേ? പക്ഷെ എത്ര സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെട്ടു പോയി എന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപാട് സമയങ്ങളിൽ വന്നുപോയതാണ്. മനുഷ്യനാണ്, വന്നുപോകും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? പിടിച്ചു നിർത്താൻ. നമ്മൾ പ്രാർത്ഥിക്കുന്നു അല്ലേ? പ്രാർത്ഥിക്കുമ്പോൾ എന്താ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്? നമ്മൾ ആലോചിക്കേണ്ടതാണ്. പ്രാർത്ഥനയുടെ രീതി എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കാണിച്ചിരുന്ന പ്രാർത്ഥനയുടെ രീതി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സ് മുഴുവൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിലായിരിക്കും അല്ലേ? സത്യം അല്ലേ? അങ്ങനെയല്ല ആകേണ്ടത്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സ് മുഴുവൻ അള്ളാഹുവിലായിരിക്കണം. അതാണ് അള്ളാഹുവിന് ഇഷ്ടം. പ്രാർത്ഥിക്കുന്ന വിഷയത്തിലായാലോ? അതുകൊണ്ടാണ് നമുക്ക് അബദ്ധം പറ്റുന്നത്. നമ്മളെ വിഷയമാണ് അള്ളാഹുവിനോട് പറയാം, അള്ളാഹുവേ എനിക്കിങ്ങനെ ഒരു സംഗതി വേണം. അല്ല, അതല്ലല്ലോ ദുആഉൽ ഇസ്തിഖാറ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര മനോഹരമാണ്. റസൂലുള്ളാഹിന്റെ യഥാർത്ഥ രീതി പഠിപ്പിച്ചു തരികയാണ്. അവിടെ ഏതാണ് എനിക്ക് എൻ്റെ ദുനിയാവിനും ആഖിറത്തിനും ഖൈർ എങ്കിൽ പഠിച്ചവൻ എനിക്കത് തരണം. അപ്പം എന്തായി? അള്ളാഹുവിനായി ബാധ്യത, നമുക്കല്ല. അള്ളാഹു ഏറ്റെടുത്തു. ഈ രൂപത്തിൽ അള്ളാഹു നമ്മുടെ മനസ്സിലുണ്ടാകണം. അള്ളാഹുവിൻ്റെ തൃപ്തി നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ. നമുക്ക് തൗബ ചെയ്യാൻ ഇഷ്ടമായി. കാരണം എന്താ? അള്ളാഹുവിന് തൗബ ചെയ്യുന്നവരെ ഇഷ്ടമാണ് അല്ലേ? നോക്കി നിങ്ങൾ അള്ളാഹിൻ്റെ ശൈലി. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി. അള്ളാഹിനെ മറന്നു പോകാതിരിക്കാനാ. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി. തന്റെ നാഥനെ കാണണം എന്ന് പൂതിയുള്ളവർ ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ഒരിക്കലും ശിർക്ക് വരാതെ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളട്ടെ. അപ്പോൾ അള്ളാഹു നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നു. അതാണ് യഥാർത്ഥത്തിൽ വലിയ വിഷയം.
പ്രധാനപ്പെട്ട വിഷയം. ഞാൻ ഈ അമല് ചെയ്താൽ അള്ളാഹു എന്നെ ഇഷ്ടപ്പെടും, അള്ളാഹുവിൻ്റെ സ്നേഹം എനിക്ക് കിട്ടും. അള്ളാഹു അവൻ്റെ മലക്കുകളോട് പറയും, നോക്കടോ എൻ്റെ അടിമകൾ, ഹായ് എത്ര സ്ഥലത്ത് എൻ്റെ അടിമകളെ നോക്കൂ, എന്താണ് അവർ, അല്ലേ? അതൗനി ശുഅസൻ ഗുബറൻ. അറഫയുടെ രംഗം അതിമനോഹരമാണ്. യുബാഹി നബി തിരുമേനി പറഞ്ഞ വാചകം. അല്ലാഹു തആല അവന്റെ അടിമകളെ കൊണ്ട് അന്തസ് പറയും, നോക്കടാ അറഫയിലെ എൻ്റെ അടിമകൾ മുടി ജട പിടിച്ച് ക്ഷീണിച്ച് അവശരായി പൊടിപുരണ്ട് ജീവിതത്തിൽ ഒരു തരം ലക്ഷ്യവുമില്ലാതെ അല്ലാഹ് എന്ന ലക്ഷ്യം. അല്ലാഹ് നോക്കി നിങ്ങൾ, അറഫയിൽ ഏറ്റവും കൂടുതൽ പറയണം എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. എന്തിനാ? അല്ലാഹ് എന്നാണ് മനസ്സിൽ നിലനിൽക്കേണ്ടത്. അല്ലാഹ്, അത് മനസ്സിൽ നിലനിൽക്കണം. അത് മനസ്സിൽ നിലനിന്നാലോ നമ്മുടെ അമലുകൾക്ക് ഈമാൻ ഉണ്ടായിത്തീരും, ശക്തി ഉണ്ടാകും. അത് നഷ്ടപ്പെടുന്നതിനനുസരിച്ച് നമ്മുടെ അവസ്ഥ. അതുകൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സ്ഥലങ്ങളിൽ അത് പറഞ്ഞു. ഒരുപാട് സ്ഥലങ്ങളിൽ നോക്കി നിങ്ങൾ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിൻ്റെ റസൂലുള്ളാഹിൻ്റെ പ്രയോഗം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ, നമ്മളില്ലേ ഉണ്ടാകേണ്ടവരല്ലേ, ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ഒരുപാട് സംഗതികൾ പറഞ്ഞു. ഒന്നല്ല, നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മൗനം അവലംബിച്ചു കൊള്ളട്ടെ. അപ്പം അങ്ങനെ എല്ലാ അമലുകളിലും നിസ്കാരത്തിലേക്ക് നിന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത്, അള്ളാഹു എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ അള്ളാഹുവായിട്ടാണ് സംസാരിക്കുന്നത്, അല്ലേ? അള്ളാഹു അക്ബർ. അള്ളാഹിനോട് പറയണേ, അല്ലാഹുമ്മ ബഅദ് ബൈനി വബൈന ഖതായായ. അള്ളാഹു എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്ന് മാത്രമല്ല, അള്ളാഹുവിന് എൻ്റെ ശബ്ദം കേൾക്കാൻ ഇഷ്ടമാണ്. ആലോചിച്ച് നോക്കൂ, അത് ഇഷ്ടമാണ്, ആഗ്രഹമാണ് അള്ളാഹുവിന് എൻ്റെ ശബ്ദം കേൾക്കാൻ. അള്ളാഹുവിന്, ഞാനിപ്പോൾ എവിടെത്തി, എൻ്റെ ശബ്ദം കേൾക്കാൻ അള്ളാഹുവിന് ആഗ്രഹമാണ്. അപ്പോൾ പിന്നെ ഒരിക്കലും നമ്മളെ മനസ്സ് എങ്ങോട്ടും പോകില്ല. കാരണം എൻ്റെ ശബ്ദം കേൾക്കാൻ കൊതിക്കുന്ന ഒരാളോട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ സമ്പൂർണ്ണമായി അതിൽ ശ്രദ്ധ പതിപ്പിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഉണ്ടാവില്ല, ശ്രദ്ധിക്കില്ല. അതാണ് അതിൻ്റെ രീതി. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. മൂന്നാമത്തെ കാര്യം, അത്തദ്കീറു ബിഫദ്ലിൽ അമൽ. നാം ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് നമ്മുടെ മനസ്സിനെ നാം ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കണം. പ്രവർത്തനങ്ങളുടെ ഫദായിലുൽ അഅ്മാൽ, അതൊരു വലിയ വിഷയമാണ്. നമ്മുടെ കുറേ സഹോദരന്മാർ ഫദായിലുൽ അഅ്മാൽ മാത്രം പറഞ്ഞിരിക്കുന്ന സഹോദരന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഫദായിലുൽ അഅ്മാൽ, എന്താ ഫദായിലുൽ അഅ്മാൽ എന്ന് പറഞ്ഞാൽ? അത് ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിനുള്ള ഒന്നല്ല. അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു എന്നാണ് എന്ത് ഫദായിലുൽ അഅ്മാൽ. ഇബ്നു മുൻസിറിൻ്റെ പ്രാമാണികമായ ഗ്രന്ഥമാണ് അത്തർഗീബു വത്തർഹീബ്. വല്ലാത്തൊരു ഗ്രന്ഥമാണ് അത്തർഗീബു വത്തർഹീബ്. പ്രേരിപ്പിക്കലും പേടിപ്പിക്കലും, ആഗ്രഹം ജനിപ്പിക്കലും പേടി ജനിപ്പിക്കലും. ആ ഗ്രന്ഥത്തെ മഹാനായ മുഹമ്മദ് നാസിറുദ്ദീനുൽ അൽബാനി റഹിമഹുല്ലാഹ് സഹീഹു തർഗീബ് വത്തർഹീബ് എന്ന് പറഞ്ഞ് ശുദ്ധീകരിച്ചിട്ടുണ്ട്. കാരണം ഇതിൽ കുറേ ആവശ്യമില്ലാത്ത ദഈഫായ ദുർബലമായ ഹദീസുകളുണ്ടായിരുന്നു, ഒക്കെ ശുദ്ധീകരിച്ചു. സഹീഹു തർഗീബ് വത്തർഹീബ് നമ്മളെല്ലാവരും വായിക്കേണ്ട, പഠിക്കേണ്ട, ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചു പോകേണ്ട ഒരു ഗ്രന്ഥമാണ്. ഒരു കാരണവശാലും പിന്നെ നമുക്ക് അമല് ചെയ്യാൻ എന്തുണ്ടാവില്ല, പ്രയാസം തോന്നും. എന്താ കാര്യം? അമലിൻ്റെ ശ്രേഷ്ഠത നമ്മൾ അറിയണം. ഏതൊരു വിഷയത്തിൻ്റെ ഒരു ശ്രേഷ്ഠത അറിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ എന്തുണ്ടാവും, അല്ലേ? താല്പര്യം ഉണ്ടാവും, അല്ലേ? ഒരു കച്ചവടം ചെയ്യാൻ പോകണു, ആ കച്ചവടം ചെയ്യാൻ നമ്മളെ താല്പര്യം എന്താ? അത് 70% ആണ് അതിൻ്റെ ലാഭം. ബാക്കിയുള്ള കച്ചവടത്തിനൊക്കെ 30-40% ഉള്ളൂ, 30-40. ഇതിനോ 70%. താല്പര്യം ഉണ്ടാവുമല്ലേ? അത്രയേ ഉള്ളൂ. അതാണ് വിഷയം. മനുഷ്യൻ്റെ മനസ്സ് അങ്ങനെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിനെ സൃഷ്ടിച്ചത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ശൈലിയും അപ്രകാരമാണ്. അള്ളാഹുവിൻ്റെ ശൈലി അങ്ങനെയാണ്. നോക്ക് നിങ്ങൾ, സൂറത്തുൽ ബഖറയിലെ 261-ാമത്തെ വചനം, മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്. അർത്ഥം പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബിൽ. ഒരു ധാന്യമണി കൃഷി ചെയ്തവനെ പോലെയാണ്. 7 കതിരുകളുണ്ടായി. ഫീ കുല്ലി സുംബുലത്തിൻ മിഅത്ത് ഹബ്ബ. ഓരോ കതിരിലും 100 ധാന്യമണികൾ. അപ്പോൾ എത്രയായി? 100 × 7 70. പോരാ,
അള്ളാഹുവിന് പോരാൻ തോന്നുക. അപ്പൊ അള്ളാഹു പറയാണ് വല്ലാഹു യുദാഇഫു ലിമൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇനി ഇരട്ടിച്ചു കൊടുക്കും. ഒരു പൈസ ധർമ്മം ചെയ്താൽ അത് എത്രയാവും? 700 പൈസയാവും. പക്ഷെ പോരാ, അള്ളാഹ്ക്ക് തന്നെ തോന്നുകയാണ് പോരാ. അപ്പൊ അള്ളാഹ് പറയാ വല്ലാഹു യുദാഇഫു ലിമൻ യശാ, പിന്നെ അള്ളാഹ്ക്ക് പോരാ. അപ്പോൾ സൃഷ്ടികൾക്ക് സമാധാനമാകാനൊരു വാചകം വല്ലാഹു വാസിഉൻ അലീം, വാസിഉൻ അലീം. അള്ളാഹു അങ്ങേയറ്റം വിശാലതയുള്ളവനാണ്. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെ മുഴുവൻ തൂക്കിക്കണക്കാക്കാൻ അറിവുള്ളവനാണ് അവൻ. നമ്മൾ ചെയ്യുന്ന ചില കർമ്മങ്ങൾക്ക് 700 മതിയാവില്ല ചില സമയത്ത്. അള്ളാഹ്ക്ക് അറിയാതെ അതിനനുസരിച്ച് എന്ത് കിട്ടും? കൂലി കിട്ടും. അള്ളാഹുവിൻ്റെ ശൈലി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രീതി അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലേക്ക് വന്നാൽ ഈ രീതി ഒരുപാട് കാണാം. ഞാനൊരു ഉദാഹരണം മാത്രം ഖുർആനിൽ പറഞ്ഞതാണ്, ഒരുപാട് സ്ഥലത്ത് കാണാം. ഒരുപാട് ഉദാഹരണങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ കാണാൻ സാധിക്കും. ഭയങ്കരമായി നബി പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ സഹാബികൾക്ക് ആഗ്രഹം ജനിക്കും, ഭയങ്കരമായ ആഗ്രഹം ജനിക്കും. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ നിങ്ങളുടെ മനസ്സുകൊണ്ട്. ഞാനൊരു വിഷയത്തിൻ്റെ അവസാനം മാത്രം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയം പറഞ്ഞു, എന്നിട്ട് നബി പറഞ്ഞു അള്ളാഹു ധാരാളമായി വർദ്ധിപ്പിച്ച് നൽകും എന്ന് പറഞ്ഞു. ഓർക്കുണ്ടോ വിഷയം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ പ്രതിഫലങ്ങൾ പറഞ്ഞപ്പോൾ സഹാബികൾ പറഞ്ഞു ഞങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞു. ധാരാളമായി വർദ്ധിപ്പിക്കും. അപ്പോൾ റസൂലുള്ളാഹി തിരിച്ചു പറഞ്ഞു അല്ലാഹു അക്ബർ, അള്ളാഹ് അതിനേക്കാൾ വർദ്ധിപ്പിക്കും. ഓർമ്മല്ലേ ഒരു സംഗതി എന്താണ്? ഒരു അമല്. ഇതിൻ്റെ ഒരു ശൈലിയാണ്. അമലുകളെക്കുറിച്ചുള്ള ഫളായിലുകളിലൂടെ അമലുകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം, മനസ്സിൽ പിടിച്ചു നിർത്താനുള്ള ശ്രമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു കുല്ലു ഷൈഇൻ യതകല്ലമു ബിഹി ഇബ്നു ആദം ഫഇന്നഹു മക്തൂബുൻ അലൈഹി فإذا أخطأ الخطيئة ثم أحب أن يتوب إلى الله فليأتي بقعة مرتفعة. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. മനുഷ്യൻ സംസാരിക്കുന്നതൊക്കെ രേഖപ്പെടുത്തപ്പെടും എല്ലാം. അവൻ ഒരു തെറ്റ് ചെയ്തു, എന്നിട്ട് ആ തെറ്റ് അള്ളാഹു അവന് പുറത്തു കൊടുക്കണം എന്ന് അവൻ ആഗ്രഹിച്ചാൽ റസൂലുള്ളാഹി പറയാണ് ഫൽയഅതി ബുഖഅതൻ മുർതഫിയ, ഒരു ഉയരമുള്ള സ്ഥലത്ത് അവൻ വരട്ടെ. ഫൽയംദുദ് യദൈഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അവൻ 2 കൈയും ഉയർത്തട്ടെ. സുമ്മ യഖൂൽ, എന്നിട്ട് അവൻ പറയട്ടെ അല്ലാഹുമ്മ ഇന്നി അതൂബു ഇലൈക മിൻഹാ, അല്ലാഹുമ്മ ഇന്നി അതൂബു ഇലൈക മിൻഹാ, അല്ലാഹുവേ ആ ചെയ്ത തെറ്റിൽ നിന്ന് ഞാൻ നിന്നോട് പശ്ചാത്തപിക്കുന്നു. ലാ അർജിഉ ഇലൈഹാ അബദാ, ഇനി ഒരിക്കലും ഞാൻ അതിലേക്ക് മടങ്ങൂല റബ്ബേ. ഒരു ഉയരമുള്ള സ്ഥലത്ത് കയറിയിട്ട് കൈ പൊന്തിച്ചിട്ട് അള്ളാഹുവിനോട് പറയാം അല്ലാഹുമ്മ ഇന്നി അതൂബു ഇലൈക മിൻഹാ ലാ അർജിഉ ഇലൈഹാ അബദാ. റസൂലുള്ളാഹി പറയുന്നു അങ്ങനെ പറഞ്ഞാൽ ഫഇന്നഹു യഗ്ഫിറു ലഹു, അള്ളാഹു അവന് പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും. മാ ലം യർജിഅ ഫീ അമലിഹി ദാലിക്, അതിലേക്ക് അവൻ തിരിച്ചു പോയിട്ടില്ല എങ്കിൽ. നമുക്ക് ആലോചിച്ച് നോക്കൂ, സമാധാനമായി. എന്താ എളുപ്പമുണ്ട്. ഒരു തെറ്റ് വന്നാൽ, മനുഷ്യനാണ്, തെറ്റ് വന്നാൽ ഒരു കുറച്ച് ഉയരമുള്ള സ്ഥലത്ത് പോകുക, കൈ ഉയർത്തുക, അള്ളാഹിനോട് പറയാം അള്ളാഹ് പറ്റിപ്പോയി, ഇനി ഞാൻ അതിലേക്ക് പോകൂല, എനിക്ക് പുറത്തു തരണം. അള്ളാഹ് പുറത്തു തരും. ആലോചിച്ച് നോക്കൂ, നമുക്ക് തൗബ ചെയ്യാൻ, ഇസ്തിഗ്ഫാർ നടത്താൻ അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെ. നോമ്പിനെ കുറിച്ച് പറഞ്ഞെടുത്ത് നിങ്ങൾ കണ്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഖുദ്സിയ ഹദീസ് എടുത്ത് പറഞ്ഞില്ലേ അസ്സൗമു ലീ വ അന അജ്സി ബിഹി, നോമ്പ് എൻ്റെതാ, എനിക്കുള്ളതാ, ഞാനാ കൂലി കൊടുക്കുക. ബാക്കിയൊക്കെ അങ്ങനെ തന്നെയല്ലേ ആണല്ലോ. 5 മക്കളുള്ള ഒരു വാപ്പ ചെറിയ കുട്ടീനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഇതെൻ്റെ മോനാ. എന്താ ബാക്കിയുള്ള മക്കളൊക്കെ ബാപ്പൻ്റെ തന്നെയാണ്, പക്ഷെ ഇത് എൻ്റെ മോനാന്ന് പറയുമ്പോൾ എന്താ, ആ മോനോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. അത് തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് നോമ്പ് നോക്കാൻ ആവേശമുണ്ടാവും. കാരണം എന്താ, അസ്സൗമു ലീ വ അന അജ്സി ബിഹി, എനിക്കേ അതിന് കൂലി കൊടുക്കാൻ കഴിയൂ. അത്ര രസകരമാണല്ലോ. എത്ര നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നോമ്പുകാരൻ്റെ വായയിൽ നിന്ന് വരുന്ന ദുർഗന്ധം പോലും അല്ലാഹ് ഏറ്റെടുത്തു. അതല്ലേ രസം. ലഖലൂഫു ഫമുസ്സായിം അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. അല്ലാഹ് ഏറ്റെടുക്കുകയാണ്. എല്ലാവർക്കും അറിയാം, കുറേ നേരം ഭക്ഷണം കഴിക്കാതിരുന്ന വായക്ക് എന്തുണ്ടാവും, ദുർഗന്ധം ഉണ്ടാവും. പക്ഷെ അള്ളാഹു ഏറ്റെടുക്കണത് നോക്കൂ,
അത് കസ്തൂരിയുടെ സുഗന്ധത്തെക്കാൾ മനോഹരമാണ് അള്ളാൻ്റെ അടുത്ത്. അള്ളാഹു ഏറ്റെടുത്തു, നമുക്കുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെയാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ ശൈലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശൈലി. സദഖയെക്കുറിച്ച് പറഞ്ഞോട്ട് നിങ്ങൾ പറഞ്ഞില്ലേ, എന്തോരു രസമുള്ള വാക്കാ റസൂലുള്ളാഹി പറഞ്ഞാൽ. ധർമ്മം ചെയ്യാൻ മനുഷ്യൻ്റെ മനസ്സിന് വല്ലാത്ത അഭിനിവേശം നൽകുന്ന കാര്യം. നിങ്ങൾ മൻ തസദ്ദഖ ബിഅദ്ലി തംറത്തിൻ മിൻ കസ്ബിൻ ത്വയ്യിബിൻ, ഒരു കാരക്കന്റെ അത്ര നല്ല സമ്പാദ്യത്തിൽ നിങ്ങൾ സദഖ ചെയ്താൽ, വലാ യഖ്ബലുല്ലാഹു ഇല്ല ത്വയ്യിബ്, അല്ലാഹു നല്ലതേ സ്വീകരിക്കൂ. അതുകൊണ്ടാണ് നല്ലത് എന്ന് പറഞ്ഞത്. ചെയ്താൽ ഫഇന്നല്ലാഹ യതഖബ്ബലുഹാ ബിയമീനി, അല്ലാഹു അവന്റെ വലങ്കൈ കൊണ്ട് അത് വാങ്ങും. അല്ലാഹു സ്വീകരിക്കുന്നത് വലങ്കൈ. സുമ്മ യുറബ്ബിഹാ ലിസാഹിബിഹാ, പിന്നീട് അത് നൽകിയവന് വേണ്ടി അല്ലാഹു ഇങ്ങനെ വളർത്തുക അള്ളാൻ്റെ അടുത്ത്. എന്നിട്ട് വളർത്തുന്ന രീതി അറബികൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു, കമാ യുറബ്ബി അഹദുക്കും ഫുലുവഹു, ഒട്ടകത്തിൻ്റെ കുട്ടികളെ നിങ്ങൾ വളർത്തലില്ലേ, അങ്ങനെ അല്ലാഹു എന്താകും, വളർത്തും. ഒട്ടകത്തിൻ്റെ കുട്ടി പ്രസവിച്ച് 2, 3, 4, 5 വയസ്സാവുമ്പോൾ അങ്ങനെ റസൂലുള്ളാഹി പറയാണ്, ഹത്താ തകൂന മിസ്ലൽ ജബൽ, കൊടുത്തത് 10 ദിർഹമായിരിക്കും, പക്ഷെ അത് എന്താവും, ഹത്താ തകൂന മിസ്ലൽ ജബൽ. അതാണ്, എനിക്ക് 10 കൊടുക്കാൻ കഴിയുള്ളൂ, പക്ഷേ എൻ്റെ 10 പലരും കൊടുക്കുന്ന 1,00,000-ത്തേക്കാൾ വലുതായിരിക്കും, വളരും. നോക്ക് നിങ്ങൾ, നമുക്ക് ആവേശമായി. അപ്പോൾ ഫളായിലുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം, ശ്രേഷ്ഠതകളെ അറിയണം. ആ ഫളായിലുകൾ അമലുകൾ ചെയ്യാൻ നമുക്ക് പ്രേരകമാകും, അമലുകളിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് കരുത്ത് നൽകും. എപ്പോഴെങ്കിലും അലസത വന്നാൽ ആ ഫളായിലുകൾ നമ്മെ പ്രേരിപ്പിക്കും. മനസ്സിലായോ? അങ്ങനെ നമുക്ക് ഈമാനും ഇഹ്തിസാബുമുള്ള അമലുകളാക്കി നമ്മുടെ അമലുകളെ മാറ്റാൻ സാധിക്കും. 4ാമത്തെ വിഷയം അത്തദ്കീറു ബി അഹ്മിയത്തിൽ അമൽ. മനസ്സിനെ നമ്മളെപ്പോഴും നാം ചെയ്യുന്ന അമലിൻ്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കണം. ശ്രേഷ്ഠത വേറെയാണ്, പ്രാധാന്യം വേറെയാണ്. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ ഒരു മുസാഹിബ് എടുത്ത് വെറുതെ ഇങ്ങനെ ഓതല്ല. ആ മുസാഹിബ് എടുത്ത് ഇങ്ങനെ കയ്യിൽ വെക്കുമ്പോൾ നമ്മളെ കൈ ഇങ്ങനെ വിറക്കണം. എൻ്റെ പ്രാധാന്യം കൊണ്ട് എന്താ, മുസാഹിഫിലുള്ളത് എന്താ, കലാമുള്ളയാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്. ആ കലാമിന് ഭയങ്കര ശക്തിയുണ്ട്. അതിൻ്റെ ഭാരം അള്ളാഹുവിൻ്റെ റസൂലിന് താങ്ങാൻ കഴിഞ്ഞിട്ടില്ല. റസൂൽ വേദനിക്കുമായിരുന്നു. ഖുർആൻ വഹി വരുമ്പോൾ റസൂലുള്ളാഹി വേദനിക്കുമായിരുന്നു, പ്രയാസപ്പെടുമായിരുന്നു, വിയർക്കുമായിരുന്നു. അത്ര ശക്തിയുള്ളതാണ് എന്ത്, അള്ളാഹുവിൻ്റെ കലാം. നമുക്ക് മനസ്സിലാത്തതുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 10 ദിർഹം കൊടുത്താൽ എല്ലാ പീടിയൊന്നും കിട്ടും ഈ സാധനം. അതുകൊണ്ട് മനസ്സിലാക്കാതെ പോയത്. അത് ഭയങ്കരമാണ് അതിൻ്റെ ശക്തി. അതിൻ്റെ ശക്തിയെ വെല്ലാൻ ആർക്കും സാധിക്കില്ല, ഒന്നിനും സാധിക്കില്ല. ആ കിതാബ്, ആ ഖുർആൻ നമ്മൾ കയ്യിലെടുത്ത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലാണ്, ഞാൻ അള്ളാഹുവിൻ്റെ കലാമാണ് വായിക്കുന്നത്. ആ അള്ളാഹുവിൻ്റെ കലാം മനോഹരമാണ്, അതിന് ഗാംഭീര്യമുണ്ട്, അത് വല്ലാത്ത സംഭവമാണ്. അള്ളാഹുവിൻ്റെ ശിഫയാണിത്, അല്ലേ? വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫയാണ്. ശിഫ എന്ന് പറഞ്ഞാൽ എന്താ, മരുന്ന് എന്നല്ല. ഷിഫ എന്ന് പറഞ്ഞാൽ മരുന്നിൻ്റെയും ഔട്ട്പുട്ടാണ് എന്ത്, ഷിഫ, അല്ലേ? മരുന്ന് കുടിച്ചാൽ കിട്ടേണ്ട പോസിറ്റീവാണ് എന്ത്, ഷിഫ. അതെവിടുന്ന് കിട്ടും? ഖുർആൻ മരുന്ന് എന്നല്ല പറഞ്ഞു. ഞാനൊന്ന് ഖുർആൻ ഓതി നോക്കട്ടെ, എൻ്റെ വേദന പോകുമോ? പറ്റൂല. ഖുർആൻ ഓതിയാൽ വേദന എന്താവും, പോകും. കാരണം ഖുർആനെ കുറിച്ച് അള്ളാഹ് ദവാ എന്നല്ല പറഞ്ഞു, പിന്നെന്താ പറഞ്ഞ്, ഷിഫ എന്നാണ് പറഞ്ഞു. ഖുർആൻ ഓതുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാകണം. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഖുർആൻ റഹ്മത്താണ്, കരുണ. നമ്മൾ കൊതിക്കുന്നതാണ്. ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും കൊണ്ട് നമ്മളിങ്ങനെ പ്രയാസപ്പെടുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടും. എപ്പോൾ? ഖുർആൻ എടുത്ത് കയ്യിൽ വെച്ച് അത് വായിക്കാൻ ആരംഭിച്ചാൽ. അപ്പോൾ അള്ളാഹുവിൻ്റെ ശിഫയാണെന്ത്, ഖുർആൻ. പ്രകാശമാണ് ഖുർആൻ, അല്ലേ? കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലാ അന്നൂർ. ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കാൻ അള്ളാഹു മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് നൽകിയ ടോർച്ച് ലൈറ്റാണ് എന്ത്, പരിശുദ്ധ ഖുർആൻ. വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലിങ്ങനെ ഒരു കഥ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഖുർആൻ വായിക്കാൻ ഒരുങ്ങുമ്പം റസൂലുള്ളാഹിന്റെ അടുത്ത് ഓടി വന്ന ഒരു സഹാബിയുടെ കഥയില്ലേ, അദ്ദേഹം വീട്ടിൽ നിന്ന് ഖുർആൻ വായിക്കുമ്പോൾ എന്താണ്ടായത്?
അദ്ദേഹത്തിൻ്റെ ആലയിൽ കെട്ടിയ കുതിര ഭയങ്കരമായി ബഹളം വെക്കുന്നു. ഖുർആൻ വായിക്കൽ നിർത്തിയപ്പോഴോ കുതിര നിന്നു. എന്താ പ്രശ്നം? റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, റസൂലുള്ള പറഞ്ഞു കൊടുത്തല്ലോ, നമുക്ക് മനസ്സിലായില്ലേ എന്താ പ്രശ്നം? ഖുർആൻ വായിക്കുമ്പോൾ മലക്കുകളുണ്ട് ഇവിടെ. ഖുർആൻ വായിക്കുമ്പോൾ ആരുണ്ട്? മലക്കുകളുണ്ട്. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾ ഖുർആൻ കേൾക്കുന്നു. അവർ ആ സദസ്സിൽ സന്നിഹിതരാകുന്നു. ഖുർആൻ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. എന്ത് രസമുണ്ട് ആലോചിച്ച് നോക്കി. ഇങ്ങനെ ഓരോ അമലുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാധാന്യം പറഞ്ഞു തന്നു. നമ്മളൊരു രോഗിയെ സന്ദർശിക്കാൻ പോകുന്നു, അല്ലേ? രോഗിയെ സന്ദർശിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ നമ്മൾ സാധാരണ വിചാരിക്കലെന്താ, ഞാനൊന്ന് മൂപ്പരെ കാണാൻ പോയാൽ മൂപ്പരെ വളരെ അടുത്ത സുഹൃത്താണ്, കാണാൻ പോയി ഒന്ന് ചെന്നിരുന്ന് വർത്താനൊക്കെ പറഞ്ഞാൽ മൂപ്പർക്ക് കുറച്ചൊരു സമാധാനം ഉണ്ടാകും, അല്ലേ? സന്തോഷമാവും, മനസ്സിനൊക്കെ മൂപ്പർക്കൊരു സമാധാനം ഉണ്ടാകും. അല്ല, അത് അള്ളാഹു നൽകേണ്ട അതിൻ്റെ ഭൗതികമായ, നമ്മളൊരിക്കലും അതല്ല പ്രതീക്ഷിക്കേണ്ടത്. നമ്മളത് പ്രതീക്ഷിക്കേണ്ടവരല്ല. നമ്മളൊരിക്കലും അത് പ്രതീക്ഷിക്കേണ്ടവരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നില്ലേ, റസൂലുള്ള കഥ പോലെ പറഞ്ഞു തന്നു. ഒരു സഹോദരൻ ഒരു ഗ്രാമത്തിലേക്ക് നടന്നുപോയി ഗ്രാമത്തിൻ്റെ വാതിൽക്കലെത്തുന്ന സമയത്ത് അവിടെ അവനെ തടഞ്ഞു നിർത്തിയ ഒരു മലക്ക്. എന്നിട്ട് ചോദിക്കുന്നു, എങ്ങടാ പോണേ? ഞാൻ എന്ന സ്ഥലത്തേക്ക് ഇന്നയാളെ കാണാൻ പോകാം. എന്തിനാ പോണേ? എനിക്ക് അയാളെ കാണണം, ഞാൻ അയാളെ സ്നേഹിക്കുന്നു, അള്ളാഹുവിൻ്റെ പേരിൽ ഞാൻ അയാളെ സ്നേഹിക്കുന്നു. വേറെ ഒരു ഉദ്ദേശമില്ലേ? നിനക്ക് എന്തോന്ന് കിട്ടാനല്ലേ അയാളെ? ഒന്നുമില്ല, ഒരു വസ്തുവില്ല. അത് മാത്രം നമ്മളെ മനസ്സിലുണ്ടാകണം. എന്തുകൊണ്ട് ഞാൻ രോഗിയെ സന്ദർശിക്കുന്നു? അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചു അതൊരു സുന്നത്തായിട്ട്. അതുകൊണ്ട് എനിക്ക് രോഗിയെ സന്ദർശിച്ചാൽ പറഞ്ഞ ഒരുപാട് കൂലിയുണ്ട്, ആ കൂലി എനിക്ക് കിട്ടണം. ബാക്കി നിങ്ങളുടെ വാക്കുകൾക്ക് സമാധാനമുണ്ടാകുമെന്നത് അള്ളാഹു നൽകുന്ന ഭൗതികമായ ഒരു സമ്മാനം മാത്രമാണ്. നമ്മൾ ശരിക്കും ചിന്തിക്കണം. മുസ്ലിമായ മനുഷ്യൻ്റെ മനസ്സ് അവിടെയാകണം. അവിടുന്ന് അങ്ങോട്ട് പോകാൻ പാടില്ല, അവിടെ നിൽക്കണം. മറ്റത് നമുക്കൊരു വിഷയമല്ല. അപ്പോഴേ നമുക്ക് നമ്മളാകാൻ സാധിക്കൂ. അവിടെയാണ് നാം നിൽക്കേണ്ടത്. നോക്ക്, നിങ്ങൾ നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ജഅലല്ലാഹു ബൈനഹു വബൈനൻ നാരി ഖന്ദഖൻ കമാ ബൈനസ് സമാഇ വൽ അർദ്. അതിൻ്റെ പ്രാധാന്യം ബോധ്യായില്ലേ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ നോമ്പ് നോറ്റാൽ അവൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ അള്ളാഹു ഒരു ഖന്ദഖ് തീർക്കും. ഖന്ദഖ് അറിയില്ലേ? കടങ്ങ്, വലിയ കടങ്ങ്, മനസ്സിലായില്ലേ? കടങ്ങിൻ്റെ വലിപ്പം കേൾക്കണോ? കമാ ബൈനസ് സമാഇ വൽ അർദ്. ആർക്കെങ്കിലും കണക്കാക്കാൻ പറ്റുമോ? ഒന്ന് പറയുങ്ങൾ അതിൻ്റെ ഡിസ്റ്റൻസ്, ഭൂമിയുടെയും ആകാശത്തിൻ്റെ ഇടയിലുള്ള ദൂരം ഒന്ന് പറയും. പറയാൻ പറ്റുമോ? പറ്റൂല. ഒരു നോമ്പിനാണത്. യാ സലാം. ഞാൻ അനുഷ്ഠിക്കുന്ന നോമ്പെന്ന കർമ്മത്തിൻ്റെ പ്രാധാന്യം ഭയങ്കരമാണ്. ഞാനൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ അല്ലാഹുവിന്റെ റസൂൽ പച്ചയായി പറയാ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ജീവിതം കണ്ട് അവസാനിച്ചാൽ ദഖലൽ ജന്ന. എന്താണ് അതിന്റെ രസം, അതിന്റെ പ്രാധാന്യം? മൻ സാമ യൗമൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹ് ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന. അല്ലാഹുവിന്റെ വജ്ഹ്, മനസ്സിലായല്ലോ? വജ്ഹ് എന്താ? അള്ളാഹുവിന്റെ വജ്ഹ് കൊതിച്ചുകൊണ്ട് ഒരാൾ നോമ്പ് നോറ്റു, ആ നോമ്പോടുകൂടി അയാളുടെ ജീവിതം അവസാനിച്ചാൽ ദഖലൽ ജന്ന. യാ സലാം. ഇതിനല്ലേ നമ്മളെ കഷ്ടപ്പാട്? സ്വർഗമാണ്. വമൻ തസദ്ദഖ ബിസദഖത്തിൻ ഇബ്തിഗാഅ വജ്ഹല്ലാഹ് ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന. നമ്മൾ ചില ആൾക്കാർ മരിച്ചാൽ പറയല്ലേ, മൂപ്പർ അവസാനം ചെയ്ത പണി ഇന്നതാണ്, അള്ളാഹ് ചെയ്യിപ്പിച്ചതാ. അതാണ് ഈ പറഞ്ഞത്. ഒരാൾ ഒരു സദഖ നൽകി, അള്ളാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് സദഖ നൽകി, ആ സദഖ എന്ന കർമ്മമായിരുന്നു അവന്റെ ജീവിതത്തിൽ അവസാനമെങ്കിൽ ദഖലൽ. മഹാഭാഗ്യവാന്മാരെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? മരിച്ച ശേഷം അള്ളാഹു നൽകുന്ന സമ്മാനമാണ്. സുജൂദിൽ മരിക്കുന്ന മനുഷ്യന്മാരെ കേട്ടിട്ടില്ലേ? അല്ലേ? നമസ്കാരത്തിൽ മരിക്കുന്ന മനുഷ്യൻ, അമലുസ്സാലിഹത്ത് ചെയ്തുകൊണ്ട് മരിക്കുന്ന മനുഷ്യന്മാർ. ആലോചിച്ച് നോക്കൂ. അപ്പോൾ സഹോദരന്മാരെ, നമ്മൾ എന്താ വേണ്ടത്? എന്താ നമ്മുടെ വിഷയം? നാലാമത്തെ വിഷയം, കർമ്മങ്ങളുടെ പ്രാധാന്യം നമ്മുടെ മനസ്സിനെ നമ്മളിങ്ങനെ ഓർമ്മിപ്പിക്കണം. നോമ്പ് നോറ്റ് ഈ നോമ്പ് കൊണ്ട് ഞാൻ അവസാനിച്ചാൽ ഞാനവിടെ സ്വർഗത്തിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് അതുകൊണ്ട് അവസാനിച്ചാൽ സ്വർഗം. അപ്പം നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് 100 പ്രാവശ്യം ചെല്ലാൻ റസൂലുള്ളാഹി പഠിപ്പിച്ചു, അല്ലേ? പക്ഷെ നമുക്ക് കഴിയണില്ല. 100 പ്രാവശ്യം വേറെ പലതും വേണമെങ്കിൽ ഞാൻ പറഞ്ഞോളാം.
അതിങ്ങോട്ട് എണ്ണം തികണില്ല. എങ്ങനെ എണ്ണീറ്റും 10 തിരക്കിടില്ല, 100 പറ്റില്ല. പക്ഷെ ആലോചിച്ച് നോക്കൂ, അതുകൊണ്ടാണ് അവസാനമെങ്കിൽ ദഖലൽ ജന്ന. അപ്പോൾ ആ വിഷയങ്ങളുടെ പ്രാധാന്യം ആ രൂപത്തിൽ മനസ്സിലാക്കണം. അതാണ് 4ാമത്തെ വിഷയം. 5ാമത്തെ കാര്യം, നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളെ ഉപേക്ഷിച്ചാലുണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് നാം മനസ്സിനെ പേടിപ്പിക്കണം. തർഹീബത, പേടിപ്പിക്കണം. ഞാൻ ചെയ്യേണ്ട ഒരു കർമ്മം ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ സംഗതി അപകടമായിരിക്കും. പേടിപ്പിച്ചാൽ പേടിക്കാത്ത ആരെയുണ്ട്? ആരുമില്ലല്ലോ. പേടിപ്പിച്ചാൽ ആരും പേടിക്കും, ആരും. അപ്പോൾ നമ്മുടെ മനസ്സ് ശരിക്ക് പേടിക്കും. ഞാനൊരു കർമ്മം, സാലിഹായ ഒരു കർമ്മം ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് ചെയ്യുന്നതിൽ അലസത വരുത്തിയാൽ എനിക്ക് പരലോകത്തിൽ ഇന്ന ദോഷങ്ങളുണ്ട്. അത് നമ്മെ യഥാർത്ഥത്തിൽ എന്താക്കണം? നമുക്ക് ശരിക്കും ഈമാൻ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഇവിടെ ഒരു എക്സ്പ്രസ് വേണ്ടി നിൽക്കുക, മനസ്സിലായില്ലേ? നമ്മൾ സാധാരണ ആളുകൾ ഇങ്ങനെ മുറിച്ചെടുക്കുന്ന പെഡസ്ട്രെയിൻ ലൈനൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡ് മേലെ എഴുതിയിട്ടുണ്ട്, ഇവിടെ മുറിച്ച് കിടക്കുന്നത് അപകടമാണ്. കഴിഞ്ഞ വർഷം ഇവിടെ മുറിച്ച് കിടന്നിട്ട് ഇത്ര ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മുറിച്ച് കിടക്കും, അവിടെ ആരെങ്കിലും മുറിച്ചെടുക്കും. എന്നിട്ട് തൊട്ടപ്പുറത്തൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഈ ബ്രിഡ്ജ് ഉപയോഗിക്കണം. മുകളിൽ കൂടെ എന്തുണ്ട്? ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് ഉപയോഗിക്കണം. നിങ്ങളിവിടെ മുറിച്ച് നമ്മളേലേ പോവുക? ബ്രിഡ്ജ് കയറിയില്ലേ പോളൂ. ബുദ്ധിയുള്ള മനുഷ്യൻ അങ്ങനെ പോകും. അല്ലെങ്കിലോ? അപ്പോൾ എന്താ സംഗതി? നമുക്ക് പേടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയും അല്ലാഹുവിൻ്റെ റസൂലും ഒരുപാട് സ്ഥലത്ത് പേടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആ പേടി നമ്മളെ മനസ്സിലേക്ക് എത്തിയിട്ടില്ല. ഏതുപോലെ ഈ എക്സ്പ്രസ് വേ മുറിച്ച് കിടക്കുമ്പം അവിടെ എഴുതി വെച്ചപ്പോൾ ആ ബോർഡ് വായിച്ചപ്പോഴുള്ള പേടി എന്തില്ല? നമുക്ക് ചിലത് വായിച്ചപ്പല്ല. അള്ളാഹുവിൻ്റെ ശൈലി എത്ര പേടിപ്പെടുത്തുന്നതാണ് അറിയോ? അള്ളാഹ് ചോദിക്കുന്നു, ഹാ അൻതും ഹൗലാഇ തുദ്ഔന ലിതുൻഫിഖൂ ഫീ സബീലില്ലാഹ്. അള്ളാഹ് ഇവരെ ഇതാ നാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ വേണ്ടി വിളിക്കുന്നു. പക്ഷേ ഫമിൻകും മൻ യബ്ഖൽ, അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു പിശുക്ക് വരികയാണ് അല്ലേ? വമൻ യബ്ഖൽ ഫഇന്നമാ യബ്ഖൽ അൻ നഫ്സി, ആരെങ്കിലും ലബ്ധ് കാണിക്കുന്നെങ്കിൽ, പിശുക്ക് കീശയിൽ തന്നെ വെക്കുന്നുവെങ്കിൽ അറിഞ്ഞുകൊള്ളുക, അവൻ്റെ സ്വന്തം ശരീരത്തോടാണ് പിശുക്ക് കാണിക്കുന്നത്. വളരെ രസമാണ് അള്ളാഹിൻ്റെ ഭീഷണികൾ, പേടിപ്പെടുത്തുക. എന്നിട്ട് അള്ളാഹ് ഒരൊറ്റ വാക്ക് പറഞ്ഞു, വല്ലാഹുൽ ഗനിയ്യു വ അൻതുമുൽ ഫുഖറാ. കരുതിക്കോളി, നിങ്ങൾ പൈസ ഉണ്ട് ശരിയാ, പക്ഷേ അള്ളാഹ് പറയാ വല്ലാഹുൽ ഗനി, അള്ളയാണ് കേട്ടോ ഗനിയ്, ധന്യൻ, ധനികൻ. വ അൻതുമുൽ ഫുഖറാ, നിങ്ങൾ ആവശ്യക്കാരാണ് കേട്ടോ, ദരിദ്രന്മാരാണ് കേട്ടോ. അതുകൊണ്ട് ചെലവഴിച്ചോ, ഇല്ലെങ്കിൽ നമ്മൾ എന്താക്കും? അടുത്ത വാചകം, വ ഇൻ തതവല്ലൗ യസ്തബ്ദിൽ ഖൗമൻ ഗൈറകും സുമ്മ ലാ യകൂനു അംസാലകും. നിങ്ങൾ പിന്തിരിഞ്ഞാൽ യസ്തബ്ദിൽ ഖൗമൻ ഗൈറകും, വേറെ ഒരു ടീമിനെ കൊണ്ടുവരും. ബേജാറാണ്ട, ഇവിടെ കച്ചവടവും ബിസിനസ്സും ഒക്കെ നടത്താൻ എന്തുണ്ട്? വേറെ ടീമിനെ അല്ലാഹ് കൊണ്ടുവരും. എന്നിട്ടോ സുമ്മ ലാ യകൂനു അംസാലകും, പിന്നെ നിങ്ങളെ പോലുള്ള ആളുകൾ ഇല്ലാതെയാക്കും, നാമാവശേഷമാക്കും, ഉദാഹരണമില്ലാത്ത വിധം നിങ്ങളെ നശിപ്പിക്കും. എന്താ ശൈലി! വളരെ ശക്തമാണ്. നിസ്കരിക്കുന്ന ആളെ കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്വഉൻ നാസി സരിഖതൻ അല്ലദീ യസ്രിഖു മിൻ സ്വലാത്തിഹി. കള്ളന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കള്ളൻ ആരാ? സ്വർണം കട്ടവനല്ല, ഡോളർ കട്ടവനല്ല. അല്ലദീ യസ്രിഖു മിൻ സ്വലാത്തി, നമസ്കാരത്തിൽ നിന്ന് കളവ് നടത്തുന്നവരാണ്. സഹാബികൾ ചോദിച്ചു, കൈഫ യസ്രിഖു മിൻ സ്വലാത്തി, എങ്ങനെ റസൂലുള്ളാഹ് നമസ്കാരത്തിൽ നിന്ന് കക്കല്? പല കളവും കേട്ടിട്ടുണ്ട്, നിസ്കാരത്തിൽ എങ്ങനെ കക്കല്? ഖാല, നബി പറഞ്ഞു, ലാ യതിമു റുകൂഅഹാ വലാ സുജൂദഹാ വലാ ഖുശൂഅഹാ, റുകൂഉം സുജൂദും ഖുശൂഉം ഒന്നും സമ്പൂർണ്ണമാക്കാത്ത നമസ്കാരം. ഇപ്പം നമുക്ക് നിസ്കരിക്കുമ്പോൾ എന്തായി? പേടിയായി, ഞാൻ കള്ളനാകോ നിസ്കരിച്ചിട്ട്? അല്ലേ, നിസ്കരിച്ചിട്ട് കള്ളനാകോ എന്ന് പേടി വരും. അപ്പോൾ സഹോദരന്മാരെ, നമ്മൾ ചെയ്യേണ്ടത് അത്തരത്തിലുള്ള സംഗതികളെക്കുറിച്ച് നാം ബോധവാന്മാരാണ്.
ഒരുപാട് സ്ഥലത്ത് അള്ളാഹ് നമ്മളെ പേടിപ്പിച്ചിട്ടുണ്ട്. ആ പേടിപ്പിച്ചത് നമ്മൾക്ക് എന്തിനാ? നാം ചീത്ത കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാനും നല്ല കാര്യങ്ങളിൽ അലസത വന്ന് അവ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുമാണ്. അതാണ് 5-ാമത്തെ കാര്യം. 6-ാമത്തെ കാര്യം അത്തശ്ചിയ. നമ്മുടെ മനസ്സിനെ നാം ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കണം. പ്രോത്സാഹനം എന്നതൊരു കലയാണ്. ഇവിടുന്ന് മുതലൊരു ചെറിയ വിഷയമുണ്ട്, വ്യത്യാസം. ഇതുവരെയൊക്കെ നമ്മളെ മനസ്സിനെ ചെയ്തിരുന്നത്. ഇനി നമുക്ക് ചെറിയൊരു ബാധ്യതയും കൂടി ഉണ്ട്. നമ്മളെ കൂടെയുള്ളവരെയും കൂടി കൂട്ടണം. നമ്മളെ കുടുംബം, നമ്മളെ മക്കൾ, മനസ്സിലായില്ലേ? എല്ലാ രക്ഷിതാക്കളുടെയും പരാതിയാണ്, എൻ്റെ മോൻ നിസ്കരിക്കണില്ല മൗലവി, എന്ത് പറഞ്ഞിട്ടും സുബീക്ക് കെട്ട് നീക്കണില്ല. അല്ലേ? സുബീക്ക് എണീക്കും, കുട്ടി നിസ്കരിക്കും. ചെയ്യേണ്ടത് തെസ്റ്റ് ആണ്. അതാണ് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ശൈലി. സൽക്കർമ്മങ്ങളുടെ മുമ്പിൽ സ്വീകരിച്ച ശൈലി അതാണ്. ഇത് നാം നമ്മുടെ സ്വന്തം മനസ്സിനോട് പ്രോത്സാഹിപ്പിക്കണം. സ്വന്തം മനസ്സിനെ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ കീഴിലുള്ളവരെ, സുഹൃത്തുക്കളെ, സ്നേഹിതന്മാരെ, മക്കളെ, കുടുംബത്തെ, എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണം. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ മനസ്സിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതൊരു ആത്മപ്രശംസയിലേക്ക് പോകരുത്. അത് അപകടം ചെയ്യും. ഇപ്പം ഞാൻ മനസ്സിനോട് ഇങ്ങനെ പറയണം, എന്ത് നല്ലോണം കൊടുക്കണം കേട്ടോ, അയാളൊക്കെ കൊടുക്കണേ കണ്ടില്ലേ, അയാൾ ചെയ്യുന്നത് കണ്ടില്ലേ, നമ്മളും ചെയ്യണം. അതിങ്ങനെ വന്ന് അത് ആ ഒരു പരിധിയിൽ നിൽക്കണം, അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഖുർആൻ്റെ ശൈലി, അള്ളാഹുവിൻ്റെ ശൈലി. അള്ളാഹ് മനുഷ്യന്മാരെ, നല്ല മനുഷ്യന്മാരെ വിളിക്കുന്നത് എങ്ങനെ? സ്നേഹത്തോടു കൂടിയ യാ അയ്യുഹല്ലദീന ആമനൂ. എന്താണ് ആ വിളിയുടെ സ്നേഹം എന്നറിയോ? മുഫസ്സിറുകൾ പറഞ്ഞു തരണ്ടേ? അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിക്കുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള സ്നേഹത്തിൻ്റെ ശക്തി. ബനു ഇസ്രായേലിനെ നമുക്കറിയാലോ. ബനു ഇസ്രായേൽ എന്ന് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലൊരു ചെറിയ പിക്ചർ ഉണ്ടല്ലോ, അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പരിശുദ്ധ ഖുർആൻ അവരെ വിളിച്ചത് യാ ബനി ഇസ്രായേൽ. മോശക്കാരെ എന്നറിയില്ല, ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു നബിൻ്റെ പേരാ, അല്ലേ? ആ നബിയിലേക്ക് ചേർത്താ പറയണത് യാ ബനി ഇസ്രായേൽ, ഇസ്രായേൽ എന്ന നബിയുടെ മക്കളെ. എന്തിനാ? പ്രോത്സാഹിപ്പിക്കാൻ, ഇഷ്ടമാവുകയാണ്. അങ്ങനെയാണ് ഓരോ വിഷയവും, അല്ലേ? മറിയം ബീവിൻ്റെ അവസ്ഥ നമുക്കറിയാലോ. മറിയം ബീവി ജീവിതത്തിൽ അത്രമാത്രം മാനസിക ക്ലേശം അനുഭവിച്ച ഒരു പെണ്ണ് വേറെ ഉണ്ടാവില്ല. സ്ത്രീകൾ ശരിക്കും ശ്രദ്ധിക്കട്ടെ. അള്ളാഹു നോക്കി, നിങ്ങൾ മറിയം ബീവിയുടെ മനസ്സിൻ്റെ ക്ലേശത്തെ തശ്ജീഇലൂടെ, ഈ ഒരു പ്രോത്സാഹനത്തിലൂടെ ഇല്ലാതാക്കുന്ന രീതി ആലോചിക്കുക. അന്നത്തെ അവസ്ഥ വളരെ പ്രയാസകരമാണ്. കാരണം അതുവരെ മര്യാദയ്ക്ക് ജീവിച്ച ഒരു സ്ത്രീ ഗർഭം ചുമന്നിങ്ങനെ ആൾക്കാരുടെ ഇടയിലൂടെ നടക്കുക. അതിൻ്റെ അവസ്ഥകൾ ആലോചിച്ച് നോക്കൂ. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കൂക്കലും ചീത്തവിളിയും ഒക്കെ. അള്ളാഹു വിളിച്ചു, യാ മറിയം ഇന്നല്ലാഹ അസ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. സന്തോഷായി. യാ മറിയം, ബേജാറാകണ്ട. ഇന്നല്ലാഹ അസ്തഫാകി, അള്ളാഹു നിന്നെ പ്രത്യേകമായി തെരഞ്ഞെടുത്തിരിക്കുന്നു. വതഹറകി, നിന്നെ അള്ളാഹു പ്രത്യേകമായി ശുദ്ധീകരിച്ചിരിക്കുന്നു. വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ, ലോകത്തുള്ള സകല സ്ത്രീകളെക്കാളും നിന്നെ പരിശുദ്ധിയാക്കിയിരിക്കുന്നു. സമാധാനം. ഞാന് പരിഹസിച്ചോട്ടെ, നോക്കി നിങ്ങൾ, എന്തൊരു സമാധാന. അള്ളാഹ് പ്രത്യേകമാണ് പറയല്ലേ. എന്നിട്ട് വിഷയമാണ് പറഞ്ഞെടുത്തു. അതിൽക്കൊന്നും പോകണ്ട. മറിയം, യാ മറിയം ഉഖ്നുതി ലിറബ്ബികി വസ്ജുദി വർക്കഇ മഅർ റാക്കിഈൻ. ഈ പണി ചെയ്ത് അവിടെ ഇരുന്നോ, വേറെ ഒന്നിലേക്കും പോകണ്ട. ഇതൊരു വിഷയമാണ്. മൂസ അലൈഹിസ്സലാം, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മൂസ അലൈഹിസ്സലാമാണ് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അനുയായികളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ച മനുഷ്യൻ. ആ മൂസ നബിൻ്റെ ശൈലികൾ കണ്ടോ? വഇദ് ഖാല മൂസ ലിഖൗമിഹി യാ ഖൗമി. മൂസ തൻ്റെ ജനതയോട് സംസാരിക്കുകയാണ്. എൻ്റെ ജനതയെ, എൻ്റെ എന്ന് പറഞ്ഞാൽ അല്ലയോ മനുഷ്യരെ എന്നല്ല, എൻ്റെ നാട്ടുകാരെ, എൻ്റെ ജനതയെ എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ആ പ്രോത്സാഹിപ്പിക്കുന്ന രീതി, ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഓരോന്ന് മനസ്സിലിങ്ങനെ വരികയാണ്. ഇത് ജഅല ഫീകും അംബിയാ,
നിങ്ങളിൽ നിന്ന് ഒരുപാട് അമ്പിയാക്കന്മാർ വന്നു. വജഅലകും മുലൂക, നിങ്ങളിൽ നിന്ന് രാജാക്കന്മാർ വന്നു. വആതാകും മാ ലം യുതി അഹദൻ മിനൽ ആലമീൻ, ലോകത്തുള്ള ഒരു മനുഷ്യർക്കും കൊടുക്കാത്ത പലതും നിങ്ങൾക്ക് അല്ലാഹു തന്നില്ലേ. അതുകൊണ്ട് ഫലസ്തീനിലേക്ക് ക്ഷണിക്കുക, വരണില്ല. യാ ഖൗമി, ഇങ്ങനെയൊക്കെ അല്ലാഹു നിങ്ങൾക്ക് തന്നില്ലേ സമൂഹമേ, അതുകൊണ്ട് ഉദ്ഖുലുൽ അർദൽ മുഖദ്ദസ, ഈ പരിശുദ്ധ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എൻ്റെ ജനതയെ. അത്ര രസകരമായ പറഞ്ഞു കൊടുത്ത്. മുമ്പത്തൊക്കെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചിട്ടാ പറഞ്ഞു. എന്തിനാ? പ്രോത്സാഹിപ്പിക്കാൻ. അതായിരുന്നു പരിശുദ്ധ ഖുർആന്റെ രീതിയും ശൈലിയും. നിങ്ങൾ ആലോചിക്കുക, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരൊറ്റ വാചകം ഞാൻ മാത്രം പറയട്ടെ, എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹു നബിയുടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാം. അപ്പോൾ റസൂലുള്ള മുആദിനെ വിളിക്കുക, യാ മുആദ്. പിന്നിൽ യാത്ര ചെയ്യുന്ന ആളല്ലേ മുആദേ. വീണ്ടും വിളിച്ചു, 3 പ്രാവശ്യം അള്ളാഹുവിൻ്റെ റസൂൽ വിളിച്ചു. എന്തോ ഒരു ഇഷ്ടം. എന്നിട്ട് അടുത്ത വാചകം എന്താ അറിയോ? വല്ലാഹി ഇന്നി ലഉഹിബ്ബുക യാ മുആദ്. എന്താണ് ആ വാചകം? ആരനാവുന്ന വന്നത്? വല്ലാഹി ഇന്നി ലഉഹിബ്ബുക യാ മുആദ്. മുആദേ, അല്ലാഹയാണ് സത്യം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മുആദേ. ആരാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞത്. മുആദ് ഇങ്ങനെ ചെവി കൊടുത്തു. റസൂലുള്ളാഹിന്റെ സ്നേഹം അണപൊട്ടി ഒഴുകുകയാണ്. റസൂലുള്ള പറയുന്നു, അതുകൊണ്ട് മുആദേ ലാ തദ അൻ തഖൂല ഫീ ദുബ്റ കുല്ല സ്വലാത്തിൻ അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ആലോചിച്ച് നോക്കൂ, മുആദിൻ്റെ ശ്രദ്ധ മുഴുവൻ റസൂലുള്ള സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിലേക്കാണ് പോയി. ആ സ്നേഹം, ആ രൂപത്തിലുള്ള പ്രോത്സാഹനം നമ്മുടെ മനസ്സിനോട് വേണം, മക്കളോട് വേണം. മക്കളെ സ്നേഹിച്ച് വേണം നമ്മൾ ഇബാദത്തിലേക്ക് എത്തിക്കാൻ, സ്നേഹിച്ച് വേണം ദീനിലേക്ക് എത്തിക്കാൻ. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച രീതിയാണ്, അള്ളാഹു പഠിപ്പിച്ച രീതി അതാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ അത് കാണാം. നമ്മളത് പകർത്തണം, ജീവിതത്തിൽ ആ ഒരു രൂപം ഉണ്ടാക്കി തീർക്കണം. നമ്മുടെ സമയം അവസാനിച്ചു. എനിക്ക് പറയാനുള്ള 3 കാര്യങ്ങളും കൂടി ഞാൻ ഒറ്റ വാക്കിൽ പറയുകയാണ്. 8ാമത്തെ വിഷയം, നമ്മൾ നമ്മുടെ മനസ്സുമായി എപ്പോഴും സംഭാഷണം നടത്തണം. മനസ്സിനോട് ഇങ്ങനെ ഡയലോഗ് നടത്തണം. നമ്മളൊരു തെറ്റിലേക്ക് പോയാൽ മനസ്സിനോട് ഇങ്ങനെ ചോദിക്കണം, മനസ്സേ ചെയ്തത് തെറ്റല്ലേ, നീ മോശമല്ലേ ചെയ്തത്? നിന്നെ പോലുള്ള ഒരാളെടുത്ത് അത് വരാൻ പാടുണ്ടോ? നമുക്കൊരു അമല് ചെയ്യാൻ സാധിക്കാതിരുന്നാൽ സുബഹി നിസ്കരിക്കാൻ ഇങ്ങോട്ട് പൊന്തണില്ല എഴുന്നേറ്റിട്ട്, അല്ലേ? നമ്മൾ മനസ്സിനോട് ചോദിക്കണം, ആർക്കാ നഷ്ടം? അള്ളാഹിൻ്റെ രീതി കണ്ടെങ്കിൽ നിങ്ങൾ നന്നായാൽ നിങ്ങൾക്ക് തന്നു, അള്ളാഹ്ക്ക് വല്ലതും ഉണ്ടോ? ചീത്തയായാലും നിങ്ങൾക്ക് തന്നെ, അള്ളാഹ്ക്കൊന്നുമില്ല. സന്മാർഗം ഹിദായത്ത് കിട്ടിയാൽ അത് നിങ്ങൾക്കാ നല്ലത്, വഴിവഴിച്ചാലോ അതും നിങ്ങൾക്ക്. അള്ളാഹുവിൻ്റെ രീതിയും ശൈലിയും സംഭാഷണമാണ്. നോക്കി, നമ്മൾ മനസ്സിനോട് അങ്ങനെ എന്താക്കണം, സംവദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരിൽ ലേശം ഒരു പ്രയാസം സൃഷ്ടിച്ചല്ലോ. അപ്പോൾ വളരെ കൃത്യമായി സൂറത്തുൽ അഹ്സാബ് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവിടെ കാണാം, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക്. നബി ഭാര്യമാരുമായൊരു സംഭാഷണമാണ്. ഇത് വലിയൊരു വിഷയം. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ ദീനുമായി പലപ്പോഴും ഏറ്റുമുട്ടലുണ്ടാകും. ആ സന്ദർഭത്തിൽ ഒരു ശത്രുവിൻ്റെ ശൈലി സ്വീകരിച്ചുകൂടാ, മറിച്ച് ഒരു തുറന്ന സംവാദത്തിൻ്റെ ശൈലി. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. സൂറത്തുൽ അഹ്സാബിലെ 28-29 വചനം നിങ്ങൾ പരിശോധിക്കണം. അതിൽ ആ ശൈലി കൃത്യമായി അടങ്ങിയിട്ടുണ്ട്. അതായിരിക്കണം നാം സ്വീകരിക്കേണ്ട ശൈലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് ഒരാൾ വന്നില്ലേ, എന്താ പറഞ്ഞു വന്നിട്ട്? റസൂലുള്ളാഹി വ്യഭിചരിക്കാൻ അനുവാദം വേണം. സഹാബികളൊക്കെ പടച്ചാടി വീണു. മൂപ്പരൻ ഇവൻ്റെ ഒരു കിബിറായി, വ്യഭിചരിക്കാൻ അനുവാദം ചോദിച്ചു റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്നിട്ട്. റസൂലുള്ളാഹി അങ്ങനെയാണോ പ്രതികരിച്ചത്? അല്ലല്ലോ. നമ്മളെ കുട്ടികളൊക്കെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലോ നമ്മൾ ഉടനെ ചാടി വീഴും. റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു, മോനെ വ്യഭിചരിക്കണല്ലേ, എന്നാവാ? അല്ല, നിൻ്റെ ഉമ്മാനെ വിളിക്കട്ടെ. എൻ്റെ ഉമ്മാനെ? ഹേയ് പറ്റില്ല, എൻ്റെ ഉമ്മാനെ വ്യഭിചരിക്കും. നിൻ്റെ സഹോദരിയെ? ഹേയ് പറ്റില്ല. ഓരോന്നിനും അയാൾ മറുപടി പറഞ്ഞു, ലാ വല്ലാഹി യാ റസൂലല്ലാഹ്, പറ്റൂല റസൂലേ, എൻ്റെ ഉമ്മാനെ പറ്റൂല വ്യഭിചരിക്കാൻ, എൻ്റെ പെങ്ങളെ പറ്റൂല, എൻ്റെ അമ്മായിനെ പറ്റൂല, എൻ്റെ ഇളയമയെ പറ്റൂല, എൻ്റെ മോളെ പറ്റൂല. റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു, എൻ്റെ പൊന്നുമോനെ അറിയണം, ലോകത്തുള്ള എല്ലാ സ്ത്രീകളും ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒന്നല്ലേ?
ആലോചിച്ച് നോക്കൂ ആ ശൈലിയുടെ രീതി. ചെയ്യോ ഈ കുട്ടികൾ? പിന്നെ നിങ്ങൾ ആലോചിച്ചു, കുട്ടികൾ കളവ് പറഞ്ഞു നിൽക്കുക. അപ്പോൾ എടോ കളവ് പറഞ്ഞു എന്നല്ല വെച്ച് 4 കൊടുക്കല്ല വേണ്ടത്. കുട്ടിനെ വിളിച്ചിരുത്തി ഒന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മൾ നമ്മുടെ മനസ്സിനോടും ആ ഒരു തരം ഡയലോഗ് നടത്തണം. എപ്പോഴൊക്കെ അമലുകളോട് നമുക്ക് അലസത വരുമ്പോൾ, അലംഭാവം വരുന്നോ, അപ്പോഴൊക്കെ നമ്മൾ അത്തരത്തിലുള്ള അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. അതാണ് പ്രധാനമായ ഒരു വിഷയം. 9ാമത്തെ വിഷയം, നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു സംഗതി, ഒരു മാതൃക നമ്മുടെ മനസ്സിൽ കാണണം. സാമ്പിൾ വേണം. നമുക്ക് സാമ്പിളുണ്ട്. ആരാ? അള്ളാഹുവിൻ്റെ റസൂൽ. എന്ത് വിഷയത്തിൽ? അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ജീവിച്ച സഹാബികൾ നമ്മുടെ സാമ്പിളുകളാണ്. നമ്മുടെ മനസ്സിലിങ്ങനെ കാണും. നിസ്കരിക്കാൻ മടി ഇങ്ങനെ തോന്നുന്ന സമയത്ത് അബ്ദുല്ലാഹുവിനെ ഉമ്മ മക്തൂം നമ്മുടെ മനസ്സിൽ വരണം. അറിയാലോ അദ്ദേഹത്തെ. പിന്നെ നമ്മൾ ഒരിക്കലും നിസ്കരിക്കാൻ എന്താക്കൂല? മടി കാണിക്കൂല. അങ്ങനെ ഓരോ സംഭവങ്ങൾ, ആ ഒരു മാതൃക നമ്മുടെ മനസ്സിൽ നമ്മളിങ്ങനെ കാണണം. അതാണ് 9ാമത്തെ വിഷയം. 10ാമത്തെ വിഷയം, നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയമാണ്. നമ്മുടെ മാതൃകാ പുരുഷന്മാരുടെ ചരിത്രം നാം പഠിക്കണം, അറിയണം, മനസ്സിലാക്കണം. ഒരു ദിവസം ഒരു സഹാബിയുടെയെങ്കിലും ചരിത്രം നമ്മൾ വായിച്ചു നോക്കൂ. അതിശക്തമായ പരിവർത്തനം ജീവിതത്തിൽ കാണാം. ഇപ്പം സഹാബികളുടെ ജീവിതം, നമ്മൾ ഉറങ്ങണ ബെഡിൻ്റെ അടുത്തുനിന്ന് കൊണ്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഒന്നെടുത്ത് വളരെ സ്പീഡിൽ ഒറ്റ വായന വായിച്ചാൽ മതി. അതൊരു വല്ലാത്ത സംഗതിയാണ്. അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹി നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.